ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 15 നമ്മുടെ ആ കാത്തിരുന്ന ദിവസം ഇന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത് റീജൻസി ക്ലബ്ബിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം റെഡിയായിട്ട് ഓടി പോവുകയാണ്. ഇന്നും എന്നെ ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ടിനു തന്നെയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ എനിക്കൊരു ഔട്ട്പുട്ട് തന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ടിനു. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ അടുത്ത ബന്ധുക്കളെ നമ്മൾ വിളിച്ചിട്ടുണ്ട്, കുറച്ച് അധികം പേരെ. അതായത് നമ്മളൊരു 50 പേരുടെ പരിപാടി നിന്ന് തുടങ്ങിയതാണ്, എന്നൊരു 130 പേരോളം വരുന്ന ഒരു പരിപാടിയായിട്ട് മാറിയത്. ഡോൺ ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു എൻ്റെ മക്കളുടെ പരിപാടിക്ക് എല്ലാവരും വരണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതേ തിമിത്തിയേട്ടനെ കണ്ടപ്പോൾ തിമിത്തിയേട്ടനെ എടുത്ത് വണ്ടിയിലിട്ടിട്ടുണ്ട്. ബാദു പതിവ് പോലെ അതേ നേരത്തെ വന്ന് ഹാജരായിട്ടുണ്ട്. അപ്പോൾ റീജൻസി ക്ലബ്ബിലെ എവറസ്റ്റ് ഹാളാണ് നമ്മൾ എടുത്തിരുന്നത്. ലിപ്സൺ റെഡി ആയിട്ട് അവിടെ നിൽപ്പുണ്ട്, സൗണ്ടും കാര്യങ്ങളുമായിട്ട്. പതിവ് പോലെ ഫുഡ് PKC ആയിരുന്നു. സ്റ്റേജ് ഗ്രീൻ വ്യൂ നമ്മുടെ അഷൂറിൻ്റെ വകയായിരുന്നു. ഒന്നും നോക്കണ്ട, ഇതേ ഞാൻ ഇട്ടേക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഇതേ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് തൃശ്ശൂരുള്ളവരാണ്, എവിടെയാണെങ്കിലും അഷൂർ ചെയ്തു തരും. ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്റ്റേജ്, ലൈവായിട്ടൊരു സ്റ്റേജ്, അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വാവ് എന്ന് പറയുന്ന സ്റ്റേജ് വേണമെങ്കിൽ ഉറപ്പായിട്ടും അഷൂറിനെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺസ് ആണ് എഡിസനും സ്നേഹ ചേച്ചിയും. ഞാൻ മുന്നോട്ട് പോകുമ്പം പറയാം, അവരും വന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പം ഏറ്റവും കൂടുതൽ കരഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ റിനീഷേട്ടൻ വന്നിട്ടുണ്ട്, ഫാമിലി ആയിട്ട് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ അവർ നിന്നപ്പം അവരൊരു കുടുംബം പോലെയായി, അവരെല്ലാവരും ഒരുപോലെ ഇരിക്കണു. അപ്പോൾ ചാക്കോച്ചൻ കുറച്ചധികം നേരം ചേച്ചിയുടെയും പിള്ളേരുടെ അടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പതിവുപോലെ ഡാഡിയുടെയും മമ്മിയുടെയും ഫോട്ടോ എടുക്കലും അവരുടെ 4 പേരുടെ ഫാമിലി ഫോട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് 4 പേർക്കും ഒന്നിച്ച് നിന്ന് എപ്പോഴും ഫോട്ടോസ് എടുക്കുന്നത്. അപ്പം അവർ ഫോട്ടോസ് നിന്ന് അപ്പോൾ ലിപ്സം വന്നതിനോട് വർത്തമാനം പറയാണ്. അപ്പോൾ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിച്ചപ്പോൾ ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിന്നാണ്. അപ്പോൾ നമ്മുടെ ബാദു നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കും കേട്ടോ. ഞങ്ങളുടെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ നിങ്ങൾ ഒരുമാതിരി കണ്ടിട്ടുണ്ടായിരിക്കും. ബാദു ആയിരുന്നു വീഡിയോ ചെയ്യാനായിട്ട്. ബാദുവിൻ്റെ തന്നെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആൾക്കാർ പതുക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ആൾക്കാർ വന്നു, അല്ലെങ്കിൽ നമ്മൾ വരത്തില്ല എന്ന് വിചാരിച്ചവർ വരെ വന്നു കേട്ടോ. അപ്പോൾ അതേ അക്കിയും റോസ് ചേച്ചിയും ഒക്കെ എത്തിയിട്ടുണ്ട്. ഫുഡ് കൗണ്ടർ ലൈവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരിപാടി, അതായത് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും കഴിയുമ്പോൾ നേരെ അതായത് ഫുഡ് അടിയിലേക്ക് പോകുക എന്നുള്ളതാണ്. ഇന്ന് ഓണമാണ്, അപ്പം ആൾക്കാർ വരുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻസ് ആയിരുന്നു. നമ്മൾ അങ്ങനെ ഒരു ഡേ എടുത്തത് തന്നെ എല്ലാവർക്കും വരാൻ പറ്റണം. പിന്നെ ഒരു ടെൻഷൻ വന്നത് ഒരു സ്പെഷ്യൽ ഡേ അവർക്ക് വരാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ ഒരു ഔട്ട്ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. ഞാൻ ആദ്യം മെസ്സി ബണ്ണാണ് കെട്ടാമെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും കൂടെ ഏജ് തോന്നിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാക്കോച്ചനെ ഫുൾ ടൈം ലീലമാമയും അതുപോലെ തന്നെ റനീഷിൻ്റെ ഫാമിലിയും പിന്നെ ടോം ചാച്ചനും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ ചാക്കോച്ചനെ ടേക്ക് കെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ അതേ മമ്മി ഇവിടെ ഇരിപ്പുണ്ട്. പാച്ചുവും തോമും അതുപോലെ പറന്ന് നടപ്പുണ്ട്. തോമു ഞാൻ പ്രതീക്ഷ അത്ര ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല, പക്ഷേ ഗിഫ്റ്റ്സൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ആൾ അൺബോക്സിങ് അവിടെ വെച്ചേ തുടങ്ങി. അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ആൾ ഭയങ്കര കോപ്പറേറ്റീവായിട്ട് നിന്നു, സ്റ്റേജിൽ എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ചു. അത് മതിയല്ലോ, നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ ആ ഒരു സെറിമണി നടക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുക, അതിൽ പങ്കാളിയാവുക, താങ്ക് യു എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു. ഹാപ്പി ആണോന്ന് അവനായിട്ട് തന്നെ പറഞ്ഞു. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് എനിക്കത് ഫീൽ ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും നിന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിള്ളേരെ ഇന്ന് നമ്മുടെ മാമോദിസ ഡ്രസ്സാണ് കേട്ടോ ഇടിയിപ്പിച്ചത്. കാരണം ആരും അങ്ങനെ അവരുടെ മാമോദിസ ഡ്രസ് ഫോട്ടോസ് അല്ലാതെ നേരിട്ട് നമ്മൾ അന്ന് ഫംഗ്ഷൻ വെക്കാത്തതുകൊണ്ട് ആരും കാണാത്തത് കൊണ്ട് എല്ലാവരെയും കാണണം, അതൊരു ആഗ്രഹമായിട്ട് വെച്ചാണ്. ഡ്രസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ, നമ്മുടെ ഡെൽമ ചേച്ചി, അതായത് ഡെൽമ ഡിസൈനാണ് ചെയ്തതെന്ന്. ചേച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അതേ നമ്മുടെ ലീനിക്കുട്ടി വന്നപ്പോൾ ലീനിക്കുട്ടി നല്ല ചെത്തായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അതേ പാച്ചു പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പാപ്പൻ്റെ കൺട്രോളിലായിരുന്നു കുറച്ച് നേരം. പിന്നെ ഫ്രാങ്കോ പാപ്പ വന്നപ്പം സെറ്റായി. ഫ്രാങ്കോ പാപ്പൻ്റെ കൂടെയും മാത്തൻ്റെ കൂടെയും അമലിൻ്റെ കൂടെയൊക്കെ നടക്കുമായിരുന്നു. പിന്നെ ഭൂരിഭാഗവും നമ്മുടെ ജെറിയാണ് കേട്ടോ ടേക്ക് കെയർ ചെയ്ത് ഒരു ഫോൺ കൊടുത്ത് അവനെ ഇരുത്തി അവിടെ. അപ്പോൾ തോമു വന്നപ്പോൾ ഫുഡൊക്കെ കണ്ടപ്പോൾ ഇഷ്ടമായപ്പം ആൾ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്ത് മീറ്റ് ബോൾസും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ നമ്മുടെ സ്റ്റേജിൻ്റെ ഓവർലുക്ക് ഒരു ഔട്ട്പുട്ട് ഇതാണ് കേട്ടോ.
ഞങ്ങൾ ഉച്ചയ്ക്ക് പോയി എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അശോർ ഞങ്ങളോട് പോയി നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഡോൺ ചേട്ടൻ്റെ ഒരു ഡ്രീം ഡേ ആണ്. സോ പുള്ളിക്കത് നിർബന്ധമായിരുന്നു, ഭയങ്കര ഗ്രാൻഡ് ആയിരിക്കണം. ഇതുണ്ടോ, ഡോൺ ചേട്ടന് പണ്ട് ഇവൻറ്റ്സ് ഉണ്ട്, അതായത് ഡോൺ ചേട്ടനും ഡിംപിളും ആൻസണുമാണ് കൊറോണയ്ക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്നു കേട്ടോ, അവരാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഈ കൊറോണയ്ക്ക് വന്നപ്പോൾ ഒന്ന് നിർത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ആദ്യമേ പാച്ച് ഉദ്ഘാടനം ചെയ്തു, ചെറുതായിട്ടൊന്ന് തോണ്ടി വിട്ടു. അപ്പോൾ അതൊക്കെ അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവരുടെ ഇവൻറ്റ്സിലുണ്ടായിരുന്ന DJക്കാരെയൊക്കെ വിളിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, തോമൂനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ക്വാളിറ്റിയിൽ നോ എനി കോംപ്രമൈസ്. നമ്മൾ എന്ത് പരിപാടി വന്നാലും PKCയിലാണ് ഏൽപ്പിക്കുക. അപ്പോൾ ഇത് അമ്മയുടെ ഒരു ബ്രദറാണ് കേട്ടോ, ടോമിച്ചാച്ചനും മോളിയാൻ്റെയും. അവർ കുമളിയിൽ നിന്ന് ഇന്നലെ പാലായിൽ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് രാവിലെയാണ് തൃശ്ശൂർക്ക് വരുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ തൃശ്ശൂരുണ്ട്, നമ്മുടെ റീജൻസിൽ തന്നെ റൂം എടുത്തിട്ട് അവരവിടെ ഉണ്ട്. നാളെ രാവിലെ അച്ഛനും അമ്മയും ഇവരെല്ലാവരും ഒന്നിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ഫങ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കിൻ്റെ അടുത്താണ്. നമ്മുടെ കേക്ക് പതിവ് പോലെ രേവയാണ് ചെയ്തു തന്നത്. വളരെ ഭംഗിയിൽ, ഞാൻ പറഞ്ഞതുപോലെ വളരെ മിനിമലായിട്ട്, എന്നാൽ നമുക്ക് നമ്മുടെ എല്ലാ തീമുമായിട്ട് മാച്ചായി പോണ കേക്കാണ് നമുക്ക് രേവ ചെയ്തു തന്നത്. തൃശ്ശൂർ നിങ്ങൾക്ക് കേക്ക് ആവശ്യമുണ്ടെങ്കിൽ രേവയെ ഉറപ്പായിട്ട് സമീപിക്കുക. യമ്മിയസ്റ്റ് കേക്ക് അവളുണ്ടാക്കി തരും, അത് ഞാൻ ഗ്യാരണ്ടി ആട്ടോ. വളരെ ചുരുക്കം കേക്കുകൾ ഇഷ്ടപ്പെട്ടുള്ള ഒരാളാണ് രേവ. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരം രേവയുടെയാണ്, അല്ലെങ്കിൽ സെലിബ്രേഷൻസ്, ഈ രണ്ടാണ്. രേവയുടെയാണ് ഇപ്പോൾ കൂടുതലും ഞങ്ങൾ വാങ്ങിക്കുക. എന്നാലും സെലിബ്രേഷൻ്റെ യെല്ലോ കേക്ക്സും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് സെറ്റായിട്ട് പോവാണ് കേട്ടോ. പിന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പയും അമ്മയും. ഇതാണ് കേട്ടോ അപ്പ, ഈ ജുബ്ബ ഇട്ടിരിക്കുന്നതാണ് അപ്പ, ഗ്രീൻ സാരിയാണ് അമ്മ. അപ്പയും ആൻറ്റിയും, അത് അവരുടെ മകൾ അഞ്ജുവും സഞ്ജുവാണ്. ഞങ്ങളുടെ അഞ്ജു സഞ്ജു കപ്പിളാണ്. അവർക്ക് 2 മക്കളുണ്ട്, ഇസഹാക്കും തമാരയും. അവർ കോട്ടയത്ത് സഞ്ജു ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ ആൻറ്റി ഇന്ന് കാറിൽ വെച്ച് പറഞ്ഞെന്ന് അഞ്ജു പറയാം, വെറുതെ അല്ല ഡിവൈൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരാത്തത്, ഇച്ചിരി പാടാണ് അവിടം വരെ എത്തുക എന്നുള്ളത്. ഞങ്ങൾ പിള്ളേരെല്ലാവരും സമയത്ത് ഞങ്ങൾ എല്ലാം വന്നും പോയി വരുമായിരുന്നു 2 മണിക്കൂറും കൊണ്ട്. പക്ഷേ അത് 3 മണിക്കൂറായി, 4 മണിക്കൂറായി, അങ്ങനെ 5 മണിക്കൂറായിട്ട് മാറി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ കണ്ടപ്പം മനസ്സിലായി കാണുമല്ലോ, നമ്മുടെ സ്റ്റെഫാനാണ് നമ്മുടെ ആങ്കർ. അപ്പോൾ സ്റ്റെഫാൻ വന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷോൺ ചേട്ടനും നിബി ചേട്ടനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിൻസി ചേച്ചിക്കും സാറയ്ക്കും വരാൻ പറ്റിയിട്ടില്ല, അവർ നാളെ രാവിലെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ട്രെയിനിലാണ് വന്നിട്ട്. നമ്മുടെ ലിജോ ചേട്ടൻ ഫാമിലി ഒക്കെ വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി. ഇതിൽ എനിക്ക് ഹാപ്പി അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, ഭയങ്കര ഹാപ്പി ആയത്. ശരിക്കും ഒരു പുതുമണവാളൻ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഡോൺ ചേട്ടൻ. മണവാളിനേക്കാളും പിള്ളേരുടെ സന്തോഷം, എൻ്റെ പിള്ളേരുടെ പരിപാടി എന്ന് പറഞ്ഞ് ഓരോന്നും നോക്കി 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 സെലക്ട് ചെയ്തത് ഡോൺ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടനാണ് എൻ്റെ എല്ലാ ക്രെഡിറ്റും. എല്ലാവരും പറഞ്ഞു ഡോണിൻ്റെ ഫേസിൽ അത് കാണാനുണ്ട്, ഹീ സോ ഹാപ്പി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം നമുക്കൊരു സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നത് പറഞ്ഞു, വളരെ ഭംഗിയിൽ മക്കളുടെ കാര്യം ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇതുപോലെ തന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു മക്കൾക്ക് വേണ്ടി ചാകും. അപ്പോൾ മമ്മി എപ്പോഴും പറയട്ടെ, നീ ഇങ്ങനെ അധികം സ്നേഹിക്കേണ്ട, കുറച്ച് കൂടുതലാണെന്ന് പറയും. എന്തോ ഡോൺ ചേട്ടന് ഓവർ അറ്റാച്ച്മെൻ്റ് ആണെന്ന് പറയത്തില്ല ഞാൻ, കുറച്ച് അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. മക്കളുടെ കാര്യത്തിന് ഒരു കോംപ്രമൈസ് ഇല്ല എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് ഹൈലൈറ്റ്സിന് വേണ്ടി ബിറ്റ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് അവനുമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നമുക്ക് ബാധുവായിട്ടുള്ളൊരു കണക്ഷനേ ഉള്ളൂ. അപ്പോൾ അതേ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഗ്രേപ്പ് പഞ്ചും ലെമണേഡും ഉണ്ടായിരുന്നു. സ്നാക്സ് മീറ്റ് ബോളും അതുപോലെ നഗറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ചാക്കോച്ചൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇത് നമ്മുടെ DJക്കാരെല്ലാം വന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. കൊട്ടാൻ പറഞ്ഞത് ഇപ്പോൾ കൊട്ടും എന്ന് പറഞ്ഞിട്ടാണ് പലതരം ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് ന്യൂ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ. ഞാൻ DJ പലതും കൂടിയിട്ടുണ്ടെങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇത് അവരുടെ ബാപ്റ്റിസം കേക്ക് പ്ലസ് ഞങ്ങളുടെ വെഡ്ഡിങ് കേക്കായിട്ട് ഞാൻ വെഡ്ഡിങ് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ ഡെൽമ ചേച്ചി ഡിസൈൻ ചെയ്ത് തന്ന ക്യാൻഡിലാണ് കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ഇളക്കി പോകുന്നൊന്നുമല്ല, വളരെ ഭംഗിയുള്ളൊരു ക്യാൻഡിലായിരുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പം വളരെ ഭംഗിയായിട്ട് ഓരോന്നും അറിയാം. അതായത് റിട്ടേൺ ഗിഫ്റ്റ് നമ്മുടെ സെനിറ്ററി ക്യാൻഡിൽസ്, ഞാൻ ശരിക്കും എനിക്ക് പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല, ഞാൻ എന്തായാലും സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇത് സാലഡ്സിൻ്റെയും ഒക്കെ കൗണ്ടറാണ് കേട്ടോ. വളരെ ഭംഗിയുള്ള ഫുഡും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡുമായിരുന്നു. ചിക്കൻ കറിയൊക്കെ വാക്കുകളില്ല. എല്ലാവരും വന്നവരെല്ലാവരും ഫുഡിനെ പറ്റി 100-ൽ 150 മാർക്ക് കൊടുത്തിട്ടാണ് പോയത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോൾ അതേ പപ്പയും നമ്മുടെ
അമലും മാത്തിനും ഒക്കെ എത്തിയിട്ടുണ്ട്. ബാക്കിൽ നിൽക്കുന്നത് ബിജു സാറാണ്, അതായത് അഡ്വക്കേറ്റ് ബിജു, ഡോൺ ചേട്ടൻ ഡിവോഴ്സ് കേസ് ഹാൻഡിൽ ചെയ്ത ആളാണ്. അപ്പം ആളെ നമ്മളെല്ലാ പരിപാടിക്കും വിളിക്കും. ഞാൻ സമ്മതിച്ചിട്ട് ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് വരെ DJ അടിച്ച് കൊട്ടണ വരെ ആളവിടെ നിൽപ്പുണ്ടായിരുന്നു. പേഷ്യൻസ് ഒക്കെ ഞാൻ സമ്മതിച്ചു. അപ്പോൾ അതേ നമ്മുടെ ടീം O5 എത്തിയിട്ടുണ്ട്. അവർ ഗ്യാങ് ആയിട്ട് വന്ന് നിന്ന് എല്ലാവരും പറഞ്ഞു വന്നപ്പം ജിജോ ചേട്ടൻ ഞങ്ങളുടെ കളറിലാണ്. ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് പോലും നിൽക്കണ്ട, ഓട്ടിപ്പൊക്കോ എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഡാഡിയുടെ ബ്രദർ ജോയ് പേപ്പൻ്റെ മക്കളാണ്, ഹെജോയും രശ്മി. അപ്പോൾ രശ്മി പറയാണ് എൻ്റെ മേക്കപ്പ് കൊള്ളാം, വളരെ മിനിമലാണ്. അപ്പോൾ ഹെജോ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കര പുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ വന്ന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മളെ ലവ്യ വിളിച്ചത്. മാതൻ്റെ വൈഫ് ദുബായിലാണ് കേട്ടോ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൾ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങളെ കണ്ട് സംസാരിക്കുക. അപ്പോൾ ഞാൻ ഒരു ഹാപ്പി ഓണമൊക്കെ കൊടുത്തു. അപ്പം നമ്മുടെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കൂടെ കുറച്ചും കൂടെ ക്രൗഡായിട്ട് നമുക്ക് കേക്കും കാര്യങ്ങളും കട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ വിചാരിച്ചു. അങ്ങനെ എന്താ പറയുക, അതെ അവൻ വിളിച്ച് കഴിഞ്ഞിട്ട് പോയി. ഇത് നമ്മുടെ റിട്ടേൺ ഗിഫ്റ്റ്സ് ആണ്. വളരെ ഭംഗിയിൽ എനിക്കത് ചെയ്തു തന്നു. നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ്സും ആവശ്യമുണ്ടെങ്കിൽ വളരെ ക്യാൻഡിൽസ്, പലതരം റിട്ടേൺ ഗിഫ്റ്റ്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഇടാം. അപ്പോൾ നിങ്ങൾ കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതെ നമ്മുടെ ജോഷിയച്ചൻ എത്തിയിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ ജോഷിയച്ചൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ജോഷിയച്ചന് കറക്റ്റ് സമയത്ത് എത്തി. അപ്പോൾ ജോഷിയച്ചൻ്റെ മക്കളും അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമിന് അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പം ആ മക്കൾ MBA-കാരാണ്. അപ്പോൾ ഇനി വഴിയേ ഉള്ളത് നമുക്ക് ലൈവായിട്ട് കേൾക്കാം. ഇനിയിപ്പോൾ എൻ്റെ വോയിസ് ഓവർ വേണ്ട, ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാൻ വോയിസ് ഓവർ തരാം. എല്ലാ ആൾക്കാർക്കും, നമ്മുടെ എല്ലാ ബന്ധുക്കളും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ നേരെയാണ്. ഇന്ന് ഈ ഒരു തിരുവോണ ദിനത്തിൽ നമ്മൾ ഓണത്തിന്റെ ആ ഒരു ഹാങ് ഓവർ ഒക്കെ നിൽക്കുമ്പോൾ ഇന്ന് ആ ഹാങ് ഓവർ മാറ്റാനായിട്ട് ഇന്ന് ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ സായാഹ്നം ഏജൻസി ക്ലബിലുള്ള എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. As you all know, we all gathered here to celebrate the church wedding reception of ഡിവൈൻ ആൻഡ് നമ്മുടെ പ്രിയപ്പെട്ട ഡോൺ. ആൻഡ് അതോടൊപ്പം തന്നെ അവരുടെ രണ്ട് മക്കളുടെ ബാപ്റ്റിസം, രണ്ടുപേരും ക്രിസ്ത്യനിൽ കഴിഞ്ഞ ഒരു പിറ്റേയാണ് നമ്മുടെ ഇവാൻ ആൻഡ് സയാൻ. രണ്ടുപേരുടെയും അവർ രണ്ടുപേരും ക്രിസ്ത്യൻ വേണ്ടിയും they are celebrating their 39th wedding anniversary. അത് കറക്റ്റ് പറഞ്ഞ ഇന്ന് തന്നെയാണ്, ടുഡേ കറക്റ്റ് ഡേ തന്നെയാണ് 15th. ഇന്നത്തെ ഈ 15 സെപ്റ്റംബർ 15 തീയതിയാണ് ഒരു 39ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നത്. അപ്പൊ ഇത്രയേറെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു കൈയ്യടി തരാമോ? A warm welcome to one and all for the church wedding reception of Dawn and Divine Clara and christening ceremony of our Tommo and Chakochin. അപ്പോൾ ഇത്രയും നല്ലൊരു ഫാമിലിയിൽ വീണ്ടും വരാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ ഒട്ടും സമയം പാഴാക്കുന്നില്ല. കുറച്ച് ചെറിയൊരു ഇൻട്രോ ഒക്കെ തരുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വലിയൊരു ഇൻട്രോ പറഞ്ഞത്. അപ്പോൾ മതിയില്ല, ഇതിലൊക്കെ പോരെ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഈ സ്റ്റേജ് വെയിറ്റ് ചെയ്യുന്നത് ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ. ഡിവൈൻ ക്ലാരയും ചേർന്ന് ഏറ്റവും ബാക്കിലേക്ക് പോകണം. ഞാനൊരു മ്യൂസിക് ഇട്ട് തരാം. എടാ എനിക്കൊരു മ്യൂസിക് വേണം. ഞാൻ അവിടെ നിന്ന് ഒരു എൻട്രിയാണ് അവർക്ക് കൊടുക്കാമോ? അപ്പോൾ ഇത് ഞങ്ങളുടെ എൻട്രി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഡോൺ ചേട്ടൻ്റെ മുഖത്തായിരിക്കും എല്ലാ തിളക്കങ്ങളും കാണുക. എൻ്റെ മുഖത്തെ എക്സൈറ്റ്മെൻറ്റിനേക്കാളും ഡോൺ ചേട്ടൻ്റെ മുഖത്താണ് എക്സൈറ്റ്മെൻ്റ് ഉള്ളത്. ചാക്കോച്ചന് വളരെ നന്നായിട്ട് ഞങ്ങളുമായിട്ട് സഹകരിച്ചു. ഹി വാസ് ഓൾസോ ഹാപ്പി. നോക്കുകയാണ് എന്താണ് അവൻ്റെ ശരിക്കും ഒരു ഗ്രാൻഡ് ഫങ്ഷൻ ആയിരുന്നു കേട്ടോ. ഇത് ആദ്യത്തെ, ഞാൻ പറഞ്ഞില്ല, തോമു വളരെ നല്ല രീതിയിൽ ഞങ്ങളുമായിട്ട് സഹകരിച്ച് സ്റ്റെഫാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഒക്കെ ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനൊരു അടിപൊളി ആങ്കറിനെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ സ്റ്റേജിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ ലൈവായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെഫാനെ സമീപിക്കുക. ഇൻസ്റ്റാഗ്രാം പേജിലൂടെയൊക്കെ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് നമ്പർ അറിയില്ല. ഡിംപിളും ഡോൺ ചേട്ടനുമാണ് സ്റ്റെഫാനെ. നിങ്ങൾ ഡിംപിളിൻ്റെ പാച്ചുവിൻ്റെ മാമൂസിക്ക് കണ്ടിട്ടുണ്ടാവും. എനിവേ ഈ സമയത്ത് പാട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് അങ്ങനൊരു പ്രശ്നം പറ്റി. കാരണം വോയിസ് ഓവർ കൊടുക്കാണ്ട് നിവൃത്തിയില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കോപ്പിറൈറ്റ് കിട്ടുന്നതാണ് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ കയറ്റി നോക്കി DJയുടെ സെഗ്മെൻറ്റിലെല്ലാം, പക്ഷേ എല്ലാം കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. വലിയ റിസ്ക് എടുത്താലും പണിയാണ്. പിന്നെയും ഞാനിത് അപ്ലോഡ് ചെയ്യണം, പിന്നെയും ഞാനിത് നോക്കണം. അപ്പോൾ വലിയ സാഹസത്തിന് നിൽക്കണ്ട എന്ന് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അങ്ങനെ അതേ സ്റ്റെഫാൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതായത് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് കേൾക്കാം കേട്ടോ.
തുരുതുരാ കമന്റുകളായിരിക്കും, തുരുതുരാ അറ്റാക്കാണ്. കഴിഞ്ഞ ദിവസം കൂടി ആ ഒരു മറുപടി കൊടുത്തോടു കൂടി കുറച്ചിത്തിരി കുറഞ്ഞു തോന്നുന്നില്ല. തൻ്റെ അടുത്തിന് പറയാതെ വയ്യ ഡിവൈൻ ഒരു കൈഡി കൊടുത്തു. നമ്മളുടെ ഡിവൈൻ ശരിക്കും ഡിവൈൻ അത് അർഹിക്കുന്നുണ്ട്. ഡോൺ ചേട്ടനും ഡിവൈനും പറയാതെ വയ്യ, കാരണം അത്രയും ബോൾഡാണ്. അതിന് നമ്മൾ ഭയങ്കര ലക്കിയാണ്, ലക്കി ടു ഹാവ് യു ഡിവൈൻ. സീരിയസ്ലി അത് ഈ ഫാമിലിയിൽ നമുക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് നമുക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പം താങ്ക് ഗോഡ്, താങ്ക് ജീസസ്, നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഈ 2 പേരും ഈ 4 പേരും നിൽക്കുന്നതോടൊപ്പം ഇനി ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് 39th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ ക്യൂട്ട് കപ്പിളിനെയാണ് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ടോണി അങ്കിൾ എവിടെയാണ്? ബാക്കിലുണ്ടോ? ഓക്കെ, ആൻറ്റി ഡാഡി ഇപ്പൊ വരും. ഓക്കെ, ആൻറ്റി കുറച്ചും കൂടി പിന്നിലോട്ട് ഇറങ്ങുന്നത് ഞാൻ പാട്ട് വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞത് ഡാഡീനെയും മമ്മീനെയും വെൽക്കം ചെയ്യാണ്. അവരുടെ 39th വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അവർക്കും ഗ്രാൻഡ് ഒരു വെൽക്കം നമ്മൾ കൊടുക്കണമല്ലോ. ഞാനതുകൊണ്ട് മെയിൻ ഡോറിന് അവിടെ വെൽക്കം ടു അവർ ഗ്രാൻഡ് ഫാമിലി സെലിബ്രേഷൻസ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കുറേ സംഭവങ്ങൾ ഈ ഒരു ദിവസം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വന്നു. കഴിഞ്ഞ വർഷം ഞാൻ ചാക്കോച്ചനെ പ്രസവിച്ച് കിടന്നപ്പോൾ പറഞ്ഞിരുന്നു അടുത്ത വർഷം നമുക്ക് ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ പിള്ളേരുടെ എല്ലാവരുടെയും പരിപാടി നടത്താൻ പറ്റുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നെന്ന്. ഡോൺ ചേട്ടനെ ഓർക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എൻ്റെ മനസ്സിൽ തട്ടി ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അത് എന്താ പറയുക, ദൈവം വളരെ ഭംഗിയിൽ എനിക്ക് നടത്തി തന്നു. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇനി അടുത്തത് അച്ഛനെ അമ്മേനെ ക്ഷണിക്കുക, ഡിംപിളിനെ മാൻസിനെ ക്ഷണിക്കുക, അങ്ങനെ കപ്പിൾസായിട്ട് എൻട്രി കൊടുക്കുമായിരുന്നു. അപ്പോൾ ചാക്കോച്ചൻ നോക്കുകയാണ് ഇതെന്താണ് സംഭവം, ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു ലുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ദേ അച്ഛനും അമ്മയാണ്. അവർക്ക് യാതൊരുവിധ പരിചയമില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ നിൽക്കുന്നത്. അവർക്കിതൊന്നും ഇഷ്ടവുമില്ല. പക്ഷേ മകളുടെ പരിപാടി ആയതിൻ്റെ പേരിൽ മാത്രം വളരെ സഹകരണത്തോടെ അവിടെ നിന്നേ ഉള്ളൂ. പക്ഷേ കൂട്ടത്തിൽ കൂടും കേട്ടോ. എന്നാലും ഈ പറഞ്ഞ പോലെ ഫുഡാണ് അവർക്ക് മെയിൻ പ്രശ്നം വരിക. അച്ഛൻ ഇങ്ങനെ നാടൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളൂ. എനിവേ എനിക്ക് വേണ്ടി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട്. അമ്മ അങ്ങനെയൊന്നുമല്ല, അമ്മേനെ തറയെ കൊണ്ട് കിടത്തിയാലും അമ്മ കിടക്കും. പക്ഷേ അച്ഛൻ അങ്ങനെയല്ല. പാരൻസും അതോടൊപ്പം തന്നെ അവരുടെ 2 പേരുടെയും ഗോഡ് പാരൻസ് കൂടിയാണ്. അപ്പോൾ ബേസിക്കലി ടോമിൻ ഡിവൈനെ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ഏറ്റവും ബാക്ക് ബോൺ ആണ് മമ്മി ഡാഡി എന്ന് പറയുന്നത്. ഇവിടെ ഡിവൈൻ ഞാൻ പറഞ്ഞ ആ ബോൾഡ്നെസ് ഡിവൈനെ കിട്ടിയത് ഓഫ്കോഴ്സ് ഈ ചാച്ചനും അമ്മയുടെയും ആ സപ്പോർട്ട് കൊണ്ടും. നമ്മൾ പറയുന്നത് നമ്മൾ അവരെ എത്രത്തോളം ബോൾഡാക്കി വളർത്താൻ പറ്റും അത്രത്തോളം ആ ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പോകരുത്, ഇവിടെ നിൽക്കണം അങ്കിൾ ആൻറ്റി നമ്മുടെ സിനിമ. അപ്പോൾ ദേ നമ്മുടെ ആൻസനും ഡിംപിളും പാച്ചുവിൻ്റെ ഗ്രാൻഡ് എൻട്രി ആണ്. അപ്പനും മോനും ബ്ലാക്ക് ജുബേട്ടേക്ക് തകർക്കുകയാണ്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഓൾമോസ്റ്റ് ഗസ്റ്റൊക്കെ വന്നു. എൻ്റെ മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് ഞാൻ പറയാം കേട്ടോ. എൻ്റെ ഒരു ഡേനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പറയാം. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് നോക്കിയിരിക്കുകയാണ് ഞാൻ. എപ്പോഴാണ് ആ ഒരു പോയിൻ്റ് വരിക അല്ലെങ്കിൽ ആ ബ്രേക്ക് വരിക, അപ്പോൾ എനിക്ക് വോയിസ് ഓവർ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കാര്യത്തിൽ നിന്ന് വഴുതി പോണത്. അപ്പം ദേ നമ്മളെല്ലാവരും വന്ന് സ്റ്റേജിൽ നിൽപ്പുണ്ട്. എൻ്റെ അപ്പൻ എപ്പോഴും നടുവിനൊരു കൈ കൊടുക്കും കേട്ടോ. അത് എന്താവുമെന്ന് വിചാരിക്കുന്ന ആൾക്ക് നടുവേദനയും മുട്ടുവേദനയും ഇടയ്ക്കൊന്ന് വീണു. അപ്പം ഈ കൈ എപ്പോഴും എളിയിലേ ഇരിക്കുകയുള്ളൂ. എന്തോ അതവിടെ വെച്ചാൽ ഭയങ്കര സപ്പോർട്ടാന്ന് ഉള്ള ഒരു ഇതാണ് കേട്ടോ. പറഞ്ഞു പിന്നെയും വെച്ചു. അങ്ങനെയാണ് ആൾ. നമ്മൾ എത്ര പറഞ്ഞാലും ആളുടെ മൈൻഡിൽ അത് കയറില്ല, കൈ വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ്. അപ്പം അമ്മ പറയാണ് ഒന്ന് കൈ താത്തു വെക്ക് മനുഷ്യ എന്ന് പറയാണ്. അപ്പോൾ ചാക്കോച്ചനൊരു പൂ കിട്ടി, ചാക്കോച്ചൻ അതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ബാപ്റ്റിസം പ്ലസ് വെഡ്ഡിങ് കേക്കായിട്ട് നമ്മൾ കരുതി അത് കട്ട് ചെയ്യാണ്. ഇതിനും പാട്ടുണ്ട്. ഞാൻ കയറ്റി നോക്കിയപ്പം കോപ്പിറൈറ്റ് ആണ്, അതായത് കോപ്പിറൈറ്റ് വരുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പോണത്. സോ നമ്മളത് റിസ്ക് എടുക്കാൻ നിന്നില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ജോണിനെയും ഡിവൈനെയും മക്കളെയും അപ്പച്ചനെയും അമ്മച്ചയെയും സഹോദരങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമായി ഈ സായം സന്ധ്യയിൽ ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നീ നൽകിയ ഈ ജീവിതത്തിൽ സന്തോഷകരമായ കഴിഞ്ഞ നാളുകളിൽ വിവാഹവും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ മാമോദീസയും എല്ലാം അതുപോലെ തന്നെ വിവാഹ വാർഷികവും എല്ലാം അടുത്തിടെ ഞങ്ങൾ ആഘോഷിക്കുകയും അതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ആഘോഷമായിട്ട് ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന യേശു ദിനത്തിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ.
പ്രത്യേകമായി ഡോണിനെയും ദിവ്യനെയും അമ്മച്ചിയും അപ്പച്ചനെയും ഇവരുടെ കുടുംബാംഗങ്ങളെല്ലാം ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേക്ക് കട്ടിങ് പരിപാടിയിലേക്ക് പോവാണ്, അവരുടെ ബാപ്റ്റിസം. അപ്പോൾ ചാക്കോച്ചന് കത്തി തന്നെ പിടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വാശിയാണ്. അപ്പോൾ എൻ്റെ ബ്ലൗസ് എങ്ങനെയുണ്ട്? സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. എനിക്ക് അംബികനെക്ക് തന്നെയാണ് ഞാൻ വെച്ചത്. ഹെയറും ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഇന്ന് ഹെയർ സ്റ്റൈലൊന്ന് ഞാൻ മാറ്റി പിടിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എൻ്റെ ഐ മേക്കപ്പാണ് കേട്ടോ. നിങ്ങൾ തൃശ്ശൂരൊക്കെ ഉള്ളവരാണെങ്കിൽ ടിനു പുറത്തും പോയി ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെന്ത് പറയുന്നു അത് വളരെ വൃത്തിയിൽ, അതും നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ്. എനിക്ക് അതാണ് ഇഷ്ടമായത്. നമ്മുടെ സ്കിന്നിന് പറ്റുന്ന പ്രൊഡക്ട്സ് ഒക്കെയാണ് ചെയ്യുന്നത്. എനിക്ക് ടിനുവിൻ്റെ മേക്കപ്പ് പൊതുവേ എനിക്കിഷ്ടം. ഞാൻ അങ്ങനെ ഒരു മേക്കപ്പ് പേഴ്സൺ അല്ല. അതായത് പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാനൊന്നും എനിക്കിഷ്ടമില്ല. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഇന്നും ടിനു തന്നെ മതി എന്ന് പറഞ്ഞു. കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു റിസപ്ഷന് ഞങ്ങൾ ചെയ്തു തരട്ടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് ഞാൻ അന്ന് നമ്മുടെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ വെഡ്ഡിങ്ങിന് മേക്കപ്പ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ടിനു തന്നെ ചെയ്താൽ മതി, എനിക്കതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. കാരണം നമുക്കത് കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ അത് നമുക്ക് സ്യൂട്ടായെന്ന് കാണുമ്പോൾ അത് തന്നെ ചെയ്യുകയാണ് നല്ലത്. ചിലപ്പോൾ വേറൊരാൾ ചെയ്താൽ പോലും എനിക്കിഷ്ടമാണ്. എനിക്ക് വേറെ ഒരാൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് നമ്മുടെ ഉപ്പുമുളകിലെ ഉപ്പുമുളകിൽ എന്ന് പറയാൻ പറ്റില്ല, ഉപ്പുമുളക് വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത് മേമ. പക്ഷെ ആളിപ്പോൾ ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ്. എനിവേ എൻ്റെ സെലക്ഷൻ തെറ്റിയില്ല. ടിനു അത് വളരെ ഭംഗിയിൽ എനിക്കത് ചെയ്തു തന്നു. അത് ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പായിരുന്നു. എല്ലാം കൊണ്ടും ടിനു അത് എനിക്ക് അടിപൊളിയാക്കി തന്നു. എൻ്റെ ഒരു ഡേ. ടിനുവിനും യൂട്യൂബ് ചാനലുണ്ട്, എൻ്റെ മേക്കപ്പ് സെക്ഷൻ, അതായത് മേക്കപ്പ് ചെയ്യുന്ന ഒരു സെക്ഷൻ നമ്മുടെ ടിനു യൂട്യൂബ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിട്ടോ ടൈം കിട്ടുമ്പോൾ. ടിനുവിൻ്റെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക. ആൾക്ക് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പറ്റുന്ന പോലെ എല്ലാം ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. ഈ പറയുന്ന പോലെ എനിക്കത് നാളെ തന്നെ നിങ്ങളെ കാണിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ വേഗം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ്. അതുപോലെ ലോങ് വീഡിയോ ആണെന്നറിയാം, പക്ഷെ നിങ്ങൾ മൊത്തം ഇരുന്ന് കാണണം. ഞങ്ങളുടെ ഒരു സന്തോഷമാണ്. ആ സന്തോഷത്തിന് നിങ്ങൾക്കും പങ്കാളിത്തം ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഭംഗിയിൽ ഞാൻ വീഡിയോസ് എടുത്തത്. ഞാൻ തക്കടുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. തക്കടു അത് വളരെ ഭംഗിയിൽ എനിക്കത് ചെയ്തു തന്നു. അപ്പം തക്കടുവിനും സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. നീ കാണുന്നുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴാണ് ഫോൺ എടുത്ത് വീഡിയോസ് നോക്കിയപ്പം എല്ലാം വളരെ ഭംഗിയിൽ അവൻ എനിക്കത് എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഡാഡിയുടെയും മമ്മിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സാരീസൊക്കെ? എല്ലാവർക്കും ഇഷ്ടമായോ? ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയും. അപ്പം നമ്മളൊരു 50 പേരിൽ നിന്ന് തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എങ്ങനെ ഔട്ട്പുട്ട് വരുമെന്ന് പേടിച്ചിരുന്നെങ്കിലും വളരെ നല്ല ഔട്ട്പുട്ടായിരുന്നു. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു, ഇഷ്ടമായി എന്നൊക്കെ. പിന്നെ ജുബി ചേച്ചിയും ഭർത്താവും വന്നു. ചേച്ചിയുടെ തോന്നുന്നു അല്ലേ, ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അവർ പുറത്ത് പോവുക, അതായത് ഊട്ടിക്ക് പോകാൻ തോന്നുന്നു, എങ്ങോട്ടൊരു ട്രിപ്പ് വേളാങ്കണ്ണിക്ക് പോവാന്ന് പറഞ്ഞു. അപ്പോൾ എനിവേ ജൂബി ചേച്ചിക്കും ചേട്ടനും വളരെയധികം നന്ദി. അപ്പോൾ ഇവിടെ വേറൊരു സെറ്റ് ഓഫ് കേക്ക്സ് കട്ടിങ് സെറിമണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മാക്സിമം നോക്കി. അപ്പം അവന്മാരും പറഞ്ഞു, ക്യാമറക്കാരും പറഞ്ഞു, മിണ്ടാണ്ട് നിൽക്കല്ലേ ചേച്ചി, അധികം ചൊറിയാൻ നിൽക്കണ്ട. അപ്പം ഞാനും വിചാരിച്ചു അധികം ചൊറിയാൻ നിൽക്കേണ്ട, സാധാരണ പോലെ വലിയ വഴക്കൊന്നുമില്ല പരിപാടിക്ക് പോയടുത്ത്. അവൻ വളരെ ഭംഗിയിൽ നിന്ന് എല്ലാം ആസ്വദിച്ച്. പക്ഷേ ഗിഫ്റ്റ് കിട്ടി തുടങ്ങിയപ്പോഴാണ് ആശാനൊന്ന് ഇളകി തുടങ്ങിയത്. എനിവേ എന്തേലും ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 3 കേക്കാണ് നമ്മളിന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയിൽ അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു തന്നപ്പോൾ നമ്മുടെ കളർ തീമുമായിട്ട് എവിടേക്കോ മാച്ചായി പോയി. ഡോൺജൻ്റെ ജുബയും നമ്മുടെ ഡിസൈൻ കൗച്ചറാണ് ചെയ്തത്. എല്ലാം ഇന്നലെ രാത്രി 12 മണിക്കോളം എനിക്ക് എല്ലാം കൊണ്ട് ഹസ്ബൻഡിനെ കൊണ്ട് കൊടുത്ത് ഒന്നും ഓൾട്ടർ ചെയ്യാനോ ഒന്നുമില്ല, പെർഫെക്റ്റായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് ഡീറ്റെയിൽസ് ചോദിച്ച് നാളെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ അഷൂറിൻ്റെ നമ്പറും ഞാൻ മെൻഷൻ ചെയ്യാം. കേക്ക്, ക്യാൻഡിൽ ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരുള്ളവരാണ്, മേക്കപ്പൊക്കെ ആണെങ്കിൽ ടിനു വന്ന് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിവേ നിങ്ങളൊന്ന് ചോദിച്ച് നോക്കൂ കേട്ടോ. ചോദിച്ച് നോക്കണ്ട, ടിനു ചെയ്തു തരും. അങ്ങനെ നമ്മളിനിയും എന്താ പറയുക, നമ്മുടെ ഒട്ടുമിക്ക എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനി ചാക്കോച്ചനെ അമ്മ കൊണ്ടുപോയിട്ട് അവൻ കിടന്ന് കഷ്ടപ്പെട്ട് ഞാനെടുത്ത് നിൽക്കുന്ന കണ്ടപ്പോൾ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ട് അമ്മ എടുത്തിട്ട് പോയി. അപ്പോൾ ഇനി എന്താ പറയുക, തോമിൻ്റെ കയ്യിൽ കേക്കായപ്പം ഡോൺചേട്ടൻ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങി വരികയാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നന്ദി വാക്കുകൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റെഫാനോട് പറയുമ്പോൾ സ്റ്റെഫാനോ ഓക്കെ ഡീൽ, ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്കിനി ആ ഒരു വീഡിയോ സെക്ഷൻ കാണാം കേട്ടോ. നമുക്കൊക്കെ കേൾക്കാൻ ആഗ്രഹമുണ്ട്. മ്യൂസിക് ഒന്ന് കുറയ്ക്കാം ബ്രോ, മ്യൂസിക് ഒന്ന് ഫുൾ കംപ്ലീറ്റ് കട്ട് ചെയ്യാം. ഓക്കെ, സോ ഓവർ ടു യു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് ഒരാളെ എനിക്ക് മെൻഷൻ ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വേഗം മൈക്ക് വാങ്ങിച്ചത്. ഫാദർ ജോഷി, ഞങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു 5 ദിവസത്തെ ധ്യാനം കൂടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അച്ഛനെ ഞാൻ പരിചയപ്പെടുന്നതും എന്താ പറയാ, ഞങ്ങളുടെ കല്യാണത്തിന് ഞങ്ങൾ ജസ്റ്റ് വിളിച്ചുള്ളൂ, പക്ഷെ അച്ഛൻ ഓടി വന്ന് ഞങ്ങളെ ബ്ലെസ് ചെയ്തൊക്കെ ചെയ്തു. പിന്നെ അച്ഛനൊരു ഹോം പോലെ ഉണ്ട്, അച്ഛൻ അതിന്റെ കാര്യങ്ങളൊക്കെ പറയും. ഞങ്ങൾ അത് കേട്ടാണ് ആക്ച്വലി അച്ഛനുമായിട്ട് അത്രയ്ക്കും ഇൻട്രസ്റ്റ് ആയത്, അച്ഛൻ്റെ വേ ഓഫ് ടോക്കിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ അച്ഛൻ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷയല്ല, ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്തു. അച്ഛനും അച്ഛൻ്റെ മക്കളും വന്നിട്ടുണ്ട്, അച്ഛൻ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഫാദർ ജോഷിക്ക് എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. ഒന്ന് ചെയ്തു വരുമോ? വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്, പക്ഷെ ആരെല്ലാമോ ആയി തീർന്ന ഒരു വ്യക്തിയാണ് ഫാദർ ജോഷി. ഒത്തിരി സന്തോഷമുണ്ട് ഇന്ന് ഇവരുടെ കൂടെ ആയിരിക്കാൻ പറ്റുന്നതിൽ. യാദൃശ്ചികമായി കണ്ടുമുട്ടിയ 2 വ്യക്തികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അവര് ഞങ്ങളുടെ ആശ്രമത്തിലേക്കൊക്കെ വന്നു, ഞങ്ങളുടെ മക്കളെയൊക്കെ കണ്ടു, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നതിനൊക്കെ പ്രത്യേകം നന്ദി. എല്ലാറ്റിനുപരിയായി ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷത്തിൻ്റെ എല്ലാ ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ അവർക്ക് നേരുകയാണ്. ഞാൻ വന്നിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാനുണ്ട്, കുഴപ്പമുണ്ടോ? ഞാൻ വന്നിരിക്കുന്നത് ചെന്നായിപ്പാറ, പീച്ചി ഡാമിൻ്റെ അടുത്ത് ചെന്നായിപ്പാറ എന്ന സ്ഥലത്ത് ആകാശപ്പറവങ്ങളുടെ ആശ്രമമുണ്ട്. 30 വർഷമായി തുടങ്ങിയിട്ട്. വിശുദ്ധ മദർ തെരേസ വന്ന് തിരിതെളിച്ച് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ അച്ഛൻ ആരംഭിച്ച ഒരു ആശ്രമമാണ്. അവിടെ ഇപ്പോൾ ഒരു 270 അന്തേവാസികളും 40ഓളം ജോലിക്കാരുൾപ്പെടെ 310 പേരാണുള്ളത്. അതിൽ 100 അപ്പച്ചമാര്, 100 അമ്മച്ചിമാര്, 40ഓളം കുട്ടികൾ LKG മുതൽ +1 വരെ പഠിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള മക്കള് BSc നേഴ്സിംഗ്, GNM, B.Ed, B.Pharm അങ്ങനെയുള്ള കോഴ്സുകൾ പഠിക്കുന്നത്. ഈ 200 അപ്പച്ചമാരും അമ്മച്ചിമാരും ഉള്ളതിൽ ഒരു 140ഓളം പേര് സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നതാണ്. 40 കിടപ്പ് രോഗികളുണ്ട് അവിടെ. നമുക്കൊരു മാസം 20 ലക്ഷത്തിൽ താഴെ രൂപയാണ് ചിലവുള്ളത്. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് സഹായ, വിദേശ ഫണ്ട് ഒന്നുമില്ല. സാധാരണ ഇതുപോലുള്ള ആളുകളുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം അവർ കൊണ്ടുതരുന്നത് കൊണ്ടാണ് ആശ്രമം മുന്നോട്ട് പോകുന്നത്. അരിയൊക്കെ ആളുകൾ നേർച്ചയായിട്ട് കൊണ്ടുവരും. പച്ചക്കറി ശക്ത മാർക്കറ്റിലെ ചേട്ടന്മാർ ചൊവ്വ ശനി ദിവസങ്ങൾ നമ്മൾ വണ്ടി വിട്ടാൽ അവരുടെ ഒരു വിഹിതം തന്നു വിടും. പിന്നെ എല്ലാ ഞായറാഴ്ചയും ഞാനിങ്ങനെ പള്ളികളിലൂടെ പോകും. പള്ളികളിൽ രാവിലെ മുതൽ കുർബാനയിൽ പങ്കെടുത്ത് പ്രസംഗമൊക്കെ പറയും. ഞങ്ങളിങ്ങനെ പള്ളിയുടെ മുമ്പിൽ ഒരു QR കോഡ്, ഒരു ബക്കറ്റൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് അത് കിട്ടുന്നത് കൂട്ടി വെച്ചാണ് ഞങ്ങൾ ആശ്രമത്തിലെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിങ്ങൾ അങ്ങോട്ടൊക്കെ വരണം കേട്ടോ, നിങ്ങൾ ആശ്രമത്തിലേക്കൊക്കെ വരണം. ഞങ്ങൾ അപ്പച്ചമാരും അമ്മച്ചിമാരെയൊക്കെ കാണണം. അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരണം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയണം. ഇവരിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ ഓർത്തൊക്കെ ചെന്നായിപ്പാറ ആശ്രമത്തിലെ എല്ലാ മക്കളുടെയും പ്രത്യേകം പ്രാർത്ഥനയും ആശീർവാദവും കരുതലും സ്നേഹവും ഒക്കെ ഇവർക്ക് ഞാൻ ഈ നിമിഷം നേരുകയാണ്. നമുക്ക് ഇവർക്കൊരു കൈ അടിച്ചാൽ അവർക്ക് വേണ്ടിയൊന്ന് ഞങ്ങൾ ആശ്രമത്തിൽ ഇന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ മക്കളെയും കൂടെ ഒന്ന് വിളിച്ചോട്ടെ. അനന്തു, ദേ, നിസി, എല്ലാവരും വാ. ഹെൽന, നിസി, ഇവർ ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ സ്വന്തം മക്കൾ 3 പേര് MBA പഠിക്കുന്നവരാണ്. ആശ്രമം തന്നെയാണ് അവരുടെ വീട്. ഇവർ 2 പേരും ഞങ്ങളുടെ ചെറിയ കുഞ്ഞു പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുന്ന സോഷ്യൽ വർക്കേഴ്സാണ്. അപ്പോൾ ഇവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം ഇവരുടെ പേരിലുള്ള എല്ലാ ആശംസകളും ഇവർക്ക് ഒരിക്കൽ കൂടെ ഡോണിനും ഡിംപിളിനും അപ്പച്ചനും അമ്മച്ചിക്കും പിന്നെ കുഞ്ഞുമക്കൾക്കൊക്കെ നേരുകയാണ്. ഒപ്പം എല്ലാവരെയും ഈ ചെന്നായിപ്പാറ ദിവ്യഹൃദയ ആശ്രമത്തിലേക്ക് ഒരിക്കൽ കൂടെ അച്ഛൻ ക്ഷണിക്കുന്നു. നിങ്ങളാവുന്ന രീതിയിൽ സഹായങ്ങളൊക്കെ ചെയ്തെന്ന് കൂടെ ഉണ്ടാകണം. നമുക്ക് ഒന്നിച്ച് അങ്ങനെ മുന്നേറാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ ജോഷിയച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് ജോഷിയച്ഛൻ പറഞ്ഞ പിള്ളേർ. എൻ്റെ അടുത്ത് നിൽക്കുന്നത് അവിടുത്തെ സോഷ്യൽ വർക്കേഴ്സാണ് കേട്ടോ. ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് കൗണ്ടേഴ്സ് ലൈവായി തുടങ്ങി. നല്ല യമ്മി ഫുഡായിരുന്നു. ചില്ലി ഫിഷൊക്കെ അടിപൊളിയാണ്. ബീഫും ചിക്കനും ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. എല്ലാം 100-ൽ 150. അപ്പം നമ്മുടെ ചാക്കോച്ചൻ സൈഡിൽ നിന്ന് ചോറുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ലീലാമ്മ വളരെ അല്ല എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ ചെറിയൊരു പരിപാടി തുടങ്ങിയതാണ്. ഒരു 50 ആൾക്കാർ വെച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു 120-130 ആൾക്കാരുടെ അടുത്തായി. പക്ഷേ എല്ലാവരും വന്നു. എല്ലാവർക്കും വളരെ താങ്ക്സ്. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത് സിനോയിനും ഗീൽസാണ്. രണ്ടുപേരും സസ്പെൻസ് ആയിട്ടാണ് വന്നത്. ഗീൽസ് വരുന്നു പറഞ്ഞല്ല വന്നു. അതുപോലെ പിന്നെ വിചാരിക്കാത്ത എല്ലാ പേരും ക്ഷണിച്ച എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക് യു. അതുപോലെ സ്റ്റെഫാനും സസ്പെൻസ് ആയിട്ട് അവരും വന്നത് പറയാണ്ട് വന്നതാണ്. ഞാൻ ഇവരെ കൂടെയുള്ള ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആളല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോൺ ചേട്ടാ. ഡിവൈൻ ഒന്നുകൂടെ നയിക്കി തരുന്നു. താങ്ക്സ് അല്ല, ഡിവൈൻ ഈ ഫാമിലിയിൽ വന്നപ്പോൾ തൊട്ടുള്ള ഒരു ജേർണി ഉണ്ടല്ലോ. ഇപ്പോൾ ഡോൺ ചേട്ടൻ ചുരുക്കി പറഞ്ഞു. ഡിവൈൻ അതൊന്ന് കുറച്ചും കൂടി സംസാരിക്കും. ബിക്കോസ് എവരി വൺ ഈസ് ഹിയർ. നമുക്ക് അവരോട് എന്താ പറയാനുള്ളത്? ആ ഒരു ജേർണി, യാത്ര, മമ്മി, ഡാഡി ആൻഡ് ഡിംപിൾ. എപ്പോഴും കമന്റ് ബോക്സിൽ കാണും ഡിംപിളിനെ പറ്റിയിട്ട്. ഡിംപിളിനെ കുറച്ച് ഇങ്ങനെ കാര്യമായിട്ട് ദ്രോഹിക്കണം, അറ്റാക്ക് ചെയ്ത് കയറും. നാത്തൂൻ ഡിംപിൾ അവൾക്ക് നല്ലത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കൊടുക്കാറുണ്ടോ എന്നൊക്കെ അറിയണം. മൈക്ക് തരുവാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എസ്പെഷ്യലി എൻ്റെ കസിൻസ് ഒക്കെ വളരെ ദൂരത്തിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർക്കൊക്കെ ഞാൻ ആദ്യം താങ്ക് യു പറയാണ്. പിന്നെ ഈ 4 years അത് ഒരു അൺഫോർഗറ്റബിൾ മെമ്മറീസ് ആണ്. 4 വർഷം പല രീതിയിലുള്ള മെമ്മറീസ് ഉണ്ട്. അതൊന്നും എല്ലാം അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞ പോലെ കമന്റ് ബോക്സിലൂടെയാണ് കൂടുതലും ആക്രമണം വരാറുള്ളത്. എന്നാലും അതൊക്കെ തരണം ചെയ്യാൻ നമ്മൾ ഒരു ലൈഫിലേക്ക് എത്തിവെച്ചു. അപ്പം അതെല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് പോകാന്നുള്ളത് നമ്മുടെ ജോലിയാണ്. സോ അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെന്താണ് വേണോ ഇത് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്ന് ഓണാണ്, അതൊക്കെ മാറ്റി വെച്ചിട്ടും ഞങ്ങൾ വിളിച്ചതിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ആരും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പിന്നെ പ്രത്യേകം പറയാൻ പറഞ്ഞിട്ട് മാർത്തനും അമലും അവര് പ്രത്യേകം വന്നത് പറയാൻ പറഞ്ഞിട്ട് പുറകിന്ന് കയ്യും കാലമൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പം എന്നാൽ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു ഡിവൈൻ. തോമോ ഇങ്ങോട്ട് വാ. താങ്ക്സ് തന്നെ പറഞ്ഞത് വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എന്താണെങ്കിലും താങ്ക് യു ഡിവൈൻ ആൻഡ് ഡോൺ. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾ രണ്ടുപേരുടെയും ജേർണി നമ്മളെല്ലാവർക്കും അറിയാം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും അത് ആലോചിക്കുമ്പം ഈ 4 വർഷം അതെന്തോ പറയാനുണ്ട്. ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞിട്ടില്ലേ. 4 year ലൈഫിനെ കുറിച്ചൊക്കെ ചോദിച്ചത്. നമ്മൾ പല പ്രതീക്ഷകളുമായിട്ടാണ് വരുന്നത്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡാണ്. വന്ന സ്ഥലവും അതുപോലെ തന്നെയാണ്. കൂടുതലും കമ്പനി ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കല്യാണത്തിന് വിളിച്ച് വർത്താനം പറയാൻ ഇരിക്കാൻ പറ്റുമോ? ഞാൻ ഭയങ്കര ടോക്കറ്റീവാണ്. പക്ഷെ അതിന് പറ്റിയൊരു മദറിലോ എനിക്ക് കിട്ടി. എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിനേക്കാളും കൂടുതൽ വർത്താനം പറയാൻ മദറിലോ തന്നെയാണ്. അപ്പൊ മമ്മിയാണ് കട്ടയ്ക്ക് കൂടെ നിൽക്കുക. ഡിംപിൾ ഓടി പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരുമാണ് സോഷ്യൽ മീഡിയയിലെ വലിയ ബന്ധശത്രുക്കളാണ് ഞങ്ങള്. പക്ഷെ ആൾക്കാർക്ക് പലതും പറയാം. ബട്ട് നമ്മളെന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. സോ എന്താ പറയുക, ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ട് ലൈഫ് പൊക്കോണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സങ്കടം തോന്നാറുണ്ടെങ്കിലും സങ്കടം തോന്നാൻ പാടില്ല. സോ നമ്മൾ ഇതൊക്കെ ഫേസ് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇതിനകത്തോട്ട് വരുന്നത്. സോ വിഷമം തോന്നിയില്ല. പിള്ളേരെ പറയുമ്പോൾ എനിക്കത് വിഷമമാണ്. പക്ഷെ ഞാൻ ഒളിപ്പിച്ച് വെക്കാറില്ല. പിറ്റൂരത്തെ കണ്ടന്റ് എൻ്റെ അതാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അവർ തന്നെ എനിക്ക് കണ്ടന്റ് ഇട്ട് തരും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടും. പക്ഷെ പിള്ളേരെ പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമില്ല. പിള്ളേരും നോൺചേട്ടനെ പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതിന് ഞാൻ റിയാക്ട് ചെയ്യും. എന്നെ പലതും പറയും, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. പിള്ളേരെ പറഞ്ഞാൽ വെറുതെ വിടില്ല. താങ്ക് യു. ഒരു കൈയടി കൊടുത്തേ. ഡിവൈൻ
സച്ച് ബോൾ ലേഡി, അതെനിക്ക് പറയാതെ വയ്യ. ഞാൻ നേരത്തെ ഇനി പറഞ്ഞു പോയെത്തുന്നില്ല, അത് എല്ലാവർക്കും മനസ്സിലായതാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ പോകണം, അതാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ, അത് എപ്പോഴും പറയണല്ലോ. കമന്റ് ബോക്സിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ പറയും ഇത് ഇത്രയും സ്നേഹമുള്ള ഒത്തിരി നല്ല കമന്റുകളുണ്ട്, കുറേ നല്ല കമന്റുകൾ വരാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഇപ്പം അത് മാറി മാറി വരുന്നത് പോസിറ്റീവാക്കി മാറ്റിയതാണ്. ആദ്യം നമുക്ക് യൂട്യൂബ് ചാനൽ പേടിയായിരുന്നു, നമ്മളെ വീഡിയോയിലൂടെ കല്ലെറിയാൻ പറ്റുമെങ്കിൽ കല്ലെറിഞ്ഞാലേ, പക്ഷെ വീഡിയോയിലൂടെ കല്ലെറിയാൻ പറ്റാത്തത് കൊണ്ട് കമന്റ് കൊണ്ട് കല്ലെറിഞ്ഞോണ്ടിരുന്നു. പക്ഷെ ആ നെഗറ്റീവിനെ വളരെ നല്ല രീതിയിൽ ഞങ്ങളത് പോസിറ്റീവാക്കി മാറ്റി. കൂടുതൽ 99.9% സപ്പോർട്ട് ചെയ്യുന്നവരാണ്. സോ അത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. വീഡിയോയുടെ കണ്ടും നമ്മുടെ ഇമേജ് മാറി കിട്ടിയ ഒരു സംഭവമാണ് യൂട്യൂബ് ചാനൽ. ഇതുവഴി താങ്ക്സ് ടു ഓൾ ദ വ്യൂവേഴ്സ്, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് പറയണം. മമ്മീനെ ഒന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്യണം, ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കാം. മമ്മി ഡാഡി രണ്ടുപേരും വരണം, അങ്കിളും വരണം. മമ്മി ഒരു യൂട്യൂബ് ചാനൽ ഇവരുടെ കൂടെ തന്നെ അതങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. അത് ഏറ്റവും കൂടുതൽ ഈ ഒരു അമ്മ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം, 2 മക്കളെ കല്യാണം കഴിപ്പിച്ചു, അത്രയുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പം എന്താ മമ്മി പറയാനുള്ളത്? ഓവർ ചെയ്ത് ഞാൻ മൈക്ക് തരികയാണ്, വേഗം പ്ലീസ്. ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല. പിന്നെ ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ നടക്കുന്ന ഒരാൾ സംസാരിച്ചിരിക്കാതെ അതിനേക്കാളും മോശമാവും. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ പറയുന്ന പോലെ ഞാൻ പറയുന്നു, അല്ലാണ്ട് ഒരു എന്താ പറയുക, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും അറിയില്ല. ഉള്ള പോലെ ഞാൻ ഞങ്ങൾ പറയാം. ശരിക്കും ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം 39 വർഷമായി. 39 വർഷത്തിൽ 35 വർഷം ഞങ്ങൾ എന്താ പറയുക, അടിച്ച് പൊളിച്ച് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഞങ്ങളുടെ മക്കളോടും പറയാറുണ്ട്, ഞങ്ങളെങ്ങനെ ജീവിച്ചോ അതുപോലെ നിങ്ങളും ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും സന്തോഷത്തിലാവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇത്രയും സന്തോഷത്തിൻ്റെ 3 ഇരട്ടി സങ്കടമായിട്ട് ഞങ്ങൾക്കൊരു 2 വർഷം ഉണ്ടായി. പക്ഷെ എന്താ പറയുക, ഡിവൈൻ വന്നോട് കൂടിയിട്ട് ആ സങ്കടവും ഈ പറഞ്ഞ പോലെ സന്തോഷമായിട്ടിരുന്നു. പിന്നെ എന്താ പറയുക, കുറേ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് കമൻസ് കൊണ്ട് ശരിക്കും കുറേ വിഷമിച്ചിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞ അതേ നാവുകൊണ്ട് തന്നെ പലരും സോറി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കമൻസ് അയക്കാറുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പം 4 വർഷം എന്നുള്ളത് അവരുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഇപ്പം ഞാനൊന്നുമല്ല. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ കാണാൻ എല്ലാ ദിവസത്തുള്ള പോലെ ഓരോരുത്തർ വരും, വിഷ് ചെയ്യും, നമ്മളുടെ മക്കളൊക്കെ നമ്മുടെയാണെന്ന് പറയും. അപ്പോൾ അവരുടെയും കൂടിയാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം, സ്റ്റെഫാൻ അടക്കം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വന്ന എല്ലാവർക്കും താങ്ക്സ് പറയണം. പിന്നെ ഈ അവസരം ഏറ്റവും കൂടുതൽ കാണണം എന്ന് ആഗ്രഹിച്ച ഒരാൾ ഡാഡിയുടെ അമ്മയാണ്. അപ്പം അമ്മോട് ഞാൻ ചോദിക്കാറുണ്ട്, അമ്മയ്ക്ക് നീ എന്താ കാണേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡോണ്ടിങ് ഡിവൈൻഡിങ് കെട്ട് കാണണം എന്ന് പറയാറുണ്ട്. പക്ഷെ അത് കുറച്ച് വൈകിപ്പോയി, പറ്റിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ആ പ്രാർത്ഥന വേണം എന്നുള്ളത്. അപ്പം അതാണ് ഞങ്ങൾ ഈ കപ്പ കൊടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ, അപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം വന്നവരോട് എല്ലാവരോടും വലിയ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം അനുകരിച്ചാൽ നിങ്ങൾക്കും ഏറ്റവും ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയുന്നു കേട്ടോ. അങ്ങനെ പറയാൻ പറ്റണം നമ്മൾ എല്ലാ പാരന്റ്സിനും. അതാണ് ഗ്രേറ്റ് ആൻറ്റി. ഹാറ്റ്സ് ഓഫ്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അങ്കിൾ. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. ഇനി നമ്മൾ നിങ്ങളുടെ 50ാം യുവവാർഷികം എഴുതി. അപ്പോൾ ഇതേ എല്ലാവരും കുറച്ച് പേര് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതേ ഇതാണ് കേട്ടോ അപ്പയുടെ മോളാണ് അഞ്ജു. നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് അഞ്ജുവിൻ്റെ ഹസ്ബൻഡ് സഞ്ജു, ആൾ ഏണസ്റ്റനിൽ വർക്ക് ചെയ്യാണ്. അഞ്ജുവും രാജഗിരി കോളേജിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടാണോ എന്തായാലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഡോൺ ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ വക അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കുള്ള പൊന്നാട പുതുപ്പിക്കൽ പരിപാടിയാണ് കേട്ടോ. പൊന്നാട അല്ലല്ലോ ഇത്, ആ സംഭവമാണ് കേട്ടോ. മലയാളത്തിൽ ഞാൻ വളരെ ഗ്രാഹീയ ശക്തി ഉള്ളതുകൊണ്ട് അത് വരുന്നില്ല. അങ്ങനെ അവരുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റോസേച്ചി പാട്ട് പാടുന്നുണ്ട്. പക്ഷേ എനിക്കത് കോപ്പിറൈറ്റ് കിട്ടി. ഞാൻ വന്നപ്പോൾ തൊട്ട് പല വീഡിയോസും അപ്ലോഡ് ചെയ്ത് നോക്കി, എല്ലാത്തിനും എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. അപ്പം ഈ കുറച്ച് മിനിറ്റ് ആകുമ്പോൾ അത്രയും നേരം വേണ്ടല്ലോ അപ്ലോഡ് ആവാനായിട്ട്. നമ്മൾ കുറേ വലിയ വീഡിയോ ചെയ്യുമ്പോഴാണ് പറ്റാത്തത്. അപ്പോൾ അതേ അപ്പയും അമ്മയൊക്കെ പോകാൻ നിൽക്കുകയാണ്. അവർക്ക് ഇനി തിരിച്ച് കോട്ടയത്ത് പോകേണ്ടവരെല്ലാം പതുക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ലൈഫിലെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻ്റെ മേജർ പാർട്ട് വന്നപ്പം
എൻ്റെ കൂടെ നിന്നവരാണ് കേട്ടോ അവർ. എനിക്ക് ഒരിക്കലും അപ്പനെയും ആൻറ്റീനെയും മറക്കാൻ പറ്റില്ല. എന്നെ കൂട്ടിച്ചേർത്ത് പിടിച്ച് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങളുണ്ട് നിൻ്റെ കൂടെ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് എന്നെ കൂടെ നിർത്തിയവരാണ്. അപ്പം MRFിലായിരുന്നു. അവിടെ നിന്ന് റിട്ടയർ ആയതിനു ശേഷം പാരഗൺ കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഓഫീസർ, അതായത് മാനേജറായിരുന്നു. എൻ്റെ അറിവിൽ മാനേജറാണ്. ആൻറ്റി ഹോം മേക്കറാണ്. ഇത് സഞ്ജു ആണ് അവർ. ഇസാഫിൻ്റെ മോഡൽസാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവരെ അത് പറഞ്ഞ് കളിയാക്കായിരുന്നു. ഇസാഫ് ബാങ്കിൽ പോയാൽ ഇവർ ചിരിച്ചിരിക്കുന്ന ഫോട്ടോസാണ് കൂടുതലും കാണുക. അപ്പം ഞാൻ പറയുകയാണ് അപ്പ ആൻറ്റി എൻ്റെ കൂടെ വന്ന് നിൽക്കുമോ, എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, എനിക്ക് എഡിസനെ കണ്ടപ്പോഴും ഇങ്ങനെ വിങ്ങിപ്പൊട്ടി വരികയാണ്, ഇവരെ കണ്ടപ്പോഴും വിങ്ങിപ്പൊട്ടി വരിക. ഞാൻ പിടിച്ച് നിന്നെങ്കിലും ഇവർ പോവാന്ന് പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ എന്തോ ഒരു ഭാഗം അടർത്തിക്കൊണ്ട് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവരോട്. ഇന്നും അമ്മയ്ക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും അവരാണ് ഓടിയെത്തുക. അപ്പം എൻ്റെ അമ്മയുടെ ഒരു പില്ലർ തന്നെയാണ് കേട്ടോ അവർ. എനിക്കും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വലിയൊരു ഞങ്ങളുടെ ഈ കല്യാണാലോചനയൊക്കെ വന്നപ്പോഴും അപ്പയാണ് ഞങ്ങളുടെ കൂടെ നിന്ന്. വേറെ ആരും കൂടെ നിന്നതല്ല, എഡിസനും അപ്പയൊക്കെ ലൈസാമാൻ്റിയും ഇവർ 3 പേരാണ് കേട്ടോ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നത്. ലൈസാമാൻ്റി, എഡിസൺ ആൻഡ് അപ്പ, ഇവർ 3 പേരെ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ മറക്കില്ല. അങ്ങനെ നമ്മുടെ സൈമൺ ചേട്ടൻ്റെ വൈഫാണ് ആൻസി ചേച്ചി. ആൻസി ചേച്ചി സുന്ദരി കുട്ടിയായിട്ട് വന്നപ്പോൾ ആൻസി ചേച്ചി ക്ഷീണിച്ചു, ഞാൻ ക്ഷീണിച്ചില്ല കേട്ടോ വരെ. എന്താവോ എന്തോ. അപ്പോൾ നമ്മുടെ കസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ജിജോ ചേട്ടനെ കണ്ടോ, ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും സെറ്റായപ്പോൾ ഞാൻ പറഞ്ഞു ആങ്ങളെയും പെങ്ങളും വന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡോൺ ചേട്ടൻ പറഞ്ഞു ഓടിപ്പോക്കോളാൻ പറഞ്ഞു, അടുത്ത് പോലും വന്ന് നിൽക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഡിമ്പിളിൻ്റെ വക പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഡിമ്പിൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ അപ്ലോഡ് ചെയ്ത് സസ്പെൻസ് കളയുന്നത് മോശമല്ലേ, അത് ഡിമ്പിൾ തന്നെ ചെയ്യൂ കേട്ടോ. അങ്ങനെ തോമു പതുക്കെ അൺബോക്സിങ് തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് എൻ്റെ ഒരു കണ്ടൻറ്റ് അവൻ നശിപ്പിച്ചു ഏകദേശം. എന്നാലും സാരില്ല, കുറച്ചൊക്കെ ബോക്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിയുന്ന വേഗം ഞാൻ അൺബോക്സിങ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫാമിലി ഒട്ടുമിക്ക പേര്, അതായത് ഡോൺ ചേട്ടൻ്റെ ഫാമിലി ഒട്ടുമിക്ക പേരും പാട്ടുകാരാണ്. അവരിപ്പോൾ എല്ലാവരും പാട്ട് പാടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് എഡിസൺ ചേട്ടൻ്റെ ഫാമിലിയാണ്. അപ്പോൾ അല്ലുകൂട്ടൻ എഡിസൻ്റെ ഫോട്ടോ കോപ്പിയാണ് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും മാറി മാറി വണ്ടി ഓടിച്ച്, അല്ലെങ്കിൽ അനന്തും എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. ഇന്ന് അവർ ഭാര്യയും ഭർത്താവും മാറി മാറി വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്തിയ വീരകഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എന്താ പറയുക, എനിക്ക് അവർ ഒരു വീക്ക് പോയിൻ്റാണ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ വീക്ക് പോയിൻ്റാണ് എഡിസനും സ്നേഹ ചേച്ചിയും. എനിക്കറിയില്ല എന്താണെന്ന്. എപ്പോഴും എൻ്റെ ഒരു സോഫ്റ്റ് കോർണർ അവിടെയുണ്ട്. ഇത് എൻ്റെ അപ്പൻ്റെ മൂത്ത ചേട്ടൻ്റെ മോനാണ് ബിജിൻ. അപ്പം എന്താ പറയുക, ആൾ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഓടി വന്ന് ഫോട്ടോയ്ക്ക് നിന്നാണ്. ഇത് ഞങ്ങൾ 3 സഹോദരങ്ങൾ. ഇനിയുണ്ട് ആൾക്കാർ, ഉള്ളവരെ വെച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള കുറച്ച് പേരാണല്ലോ എനിക്ക് വേണ്ടി. തോമിൻ്റെ ബർത്ത്ഡേക്കൊക്കെ ബിജിനും എഡിസനും ഒക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് കടപ്പാടെന്നല്ല, ഒരു സിസ്റ്റർ എന്ന നിലയിൽ ഒരുപാട് ടേക്ക് കെയർ ചെയ്യുന്ന ആൾക്കാരാണ്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗണായിപ്പോയ കുറച്ച് സമയങ്ങളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രയ്ക്കും ടച്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട് എനിക്ക് ഇവരില്ലാണ്ട് പറ്റില്ല എന്ന് തോന്നുന്ന സമയത്താണ് എനിക്ക് കരച്ചിൽ വരിക. അപ്പോൾ എന്തോ എനിക്കറിയില്ല, കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു. ദിവസം പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ ഇത് ഷാജി പാപ്പൻ്റെ മോളെ കെട്ടിച്ചിരിക്കുന്ന വീട്ടിലെ ഫാമിലിയാണ് കേട്ടോ. അമ്മ വന്നിട്ടില്ല, അവിടുത്തെ പപ്പയും മൂത്ത മരുമകളും അവരുടെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആൾ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. ഇവള് നേഴ്സാണെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ എല്ലാവരുമായിട്ട് ഫോട്ടോ എടുക്കുകയാണ്. അതും ഒരു സ്പെഷ്യൽ കാര്യമാണല്ലോ. പിന്നെ ഇത് നമ്മുടെ ലിജോ ചേട്ടനും ഫാമിലിയാണ്. ലിജോ ചേട്ടനാണ് നമ്മുടെ എല്ലാ പരിപാടിയുടെയും ഇൻവിറ്റേഷൻ വളരെ ഭംഗിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് തന്നത്. ലിജോ ചേട്ടനും നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും, അതും കോപ്പറേറ്റ് ആണ്. എന്താ പറയുക, ഒന്നും ചെയ്യാൻ പറ്റില്ല, മിണ്ടാണ്ട് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, നമുക്ക് കേൾക്കാം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവർ പാവർട്ടി തൊട്ടുള്ള ബന്ധമാണ്. സോ ഡാഡിനും മമ്മീനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും ബേബിയമ്മായി വന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്നിച്ച് കൂടുന്നൊരു സമയമാണല്ലോ. ഈ പറഞ്ഞ പോലെ മമ്മിക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ട് നമ്മുടെ മമ്മി പാട്ട് പാടിയിട്ടോ. അത് മമ്മി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ കയ്യിലില്ല. ഞാൻ കുറച്ച് റാൻഡം വീഡിയോസ് തക്കടൂരിനോട് എടുത്തു തരാൻ പറഞ്ഞു. ആ റാൻഡം വീഡിയോസ് പക്ഷേ 1 മണിക്കൂർ ആയെന്നേ ഉള്ളൂ. എന്നാലും സാരമില്ല, നിങ്ങളത് വളരെ ഇഷ്ടത്തോടെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് തോന്നുന്നു. ഇത് അൺബോക്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വണ്ടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളത് സഹിക്കുക എന്നുള്ളതൊരു കടമ മാത്രമേ ഉള്ളൂ. മമ്മി കുറേ പറഞ്ഞു നോക്കി. അപ്പം പാച്ചു അൺബോക്സ് ചെയ്ത് തുടങ്ങി.
പാച്ചുവിനെ പിടിക്കാൻ പിന്നെ എല്ലാവരും നിൽപ്പുണ്ടായിരുന്നു. മാത്തനും അമലും ജെറിയും ഒക്കെ ഉണ്ടായിരുന്നു. തോമു പിന്നെ ഞങ്ങളുടെ അടുത്തുനിന്ന് മാറാത്തതുകൊണ്ട് സ്റ്റേജിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. വെള്ളം കുടിച്ചും ഭക്ഷണം കഴിച്ചും ഗിഫ്റ്റ്സ് അൺബോക്സ് ചെയ്തും. ഞാൻ ലിജോ ചേട്ടനോട് പറഞ്ഞു, നമ്മൾ ഇൻവിറ്റേഷൻ അടിക്കുമ്പോൾ ഒരു കാര്യം വെക്കാൻ മറന്നുപോയി, ദൈവത്തെ ഓർത്ത് ഗിഫ്റ്റ് കൊണ്ടുവന്ന് തോമിന് കൊടുക്കില്ല. തോമിന് ഗിഫ്റ്റ് പൊളിക്കുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് പറഞ്ഞ വഴിക്ക് ലിജോ ചേട്ടൻ വന്നു. അപ്പോൾ നമുക്ക് പിള്ളേരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് അവരോട് ദേഷ്യം തോന്നുമെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രായം അതാണ്, പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായമല്ല. അതുകൊണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതേ ചാക്കോച്ചൻ അച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ. അമ്മ ഭക്ഷണം കഴിക്കാൻ പോയേക്കാണ്. ഇന്ന് ഞാൻ പറഞ്ഞ ടോം ചാച്ചനൊക്കെ ഇവിടെ സ്റ്റേ ആയതുകൊണ്ട് തന്നെ അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയി. ദേ എല്ലാവരും ഒന്നിച്ചുള്ള സമയങ്ങളാണ്. ഇത് നമ്മുടെ സെലിനാണ്. കുറേ പേര് പറഞ്ഞു പാച്ചുവിൻ്റെ ചെറുപ്പം പോലെ ഫീൽ ചെയ്യുന്നത്. ശരിക്കും പാച്ചുവിനൊരു പെൺവേഷം കെട്ടിച്ചാൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മുടെ DJ സെക്ഷൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് കുറേ പേര് പറഞ്ഞു ഡോൺ ഡാൻസ് കളിച്ച് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡിംപിളും പറഞ്ഞു ഡോൺ ചേട്ടൻ ആദ്യമായിട്ടാണ് ഇത്രയും ഓപ്പണായിട്ട് ഡാൻസ് കളിക്കുന്നത്, അല്ലെങ്കിൽ ഷെയിമൊന്ന് ഫീൽ ചെയ്യുക. അപ്പോഴാണ് പറയുന്നത് അപ്പൻ മക്കൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മോന് വേണ്ടി സെറ്റ് ചെയ്ത്. മോന് വേണ്ടി എന്നല്ല, എല്ലാവർക്കും ഒരു എൻജോയ്മെൻറ്റ്. ആൾക്ക് കുറേ നാളത്തെ ആഗ്രഹമാണ് കല്യാണം, മാമോദീസ. വളരെ ആൾക്കാരെ കൂട്ടണം എന്നല്ല, വളരെ ഭംഗിയിൽ ബന്ധുക്കളെ കൂട്ടി ചെയ്യണം. നടക്കാത്തതിൻ്റെ നല്ല ഫ്രസ്ട്രേഷൻ ആൾക്കുണ്ടായിരുന്നു. ഇല്ലെന്നൊന്നും ഞാൻ പറയണില്ല. വളരെ ഭംഗിയിൽ ചെയ്യാൻ പറ്റിയതിലുള്ള പ്രൗഡ്നെസ് ആ മുഖത്ത് കാണാനുണ്ട്. ഇല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റി, അതെനിക്ക് ഭംഗിയിൽ ചെയ്ത് തീർക്കാൻ പറ്റി എന്നുള്ള സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ എല്ലാവരും ഇറങ്ങി. ഈ ടിമി ചേട്ടനെ കണ്ടല്ലോ അല്ലേ, നമ്മുടെ ഹബ്ബിലെ ചേട്ടനാണ് കേട്ടോ. വീഡിയോ നിങ്ങൾ ഹബ്ബിലുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ടിമി ചേട്ടനെ കാണിച്ചു കൊടുക്കേണ്ടതാണ്. നല്ല ചുമയായി അലച്ചലച്ച്. അപ്പോൾ അതേ നമ്മുടെ DJക്കാർ പൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയാക്കി തന്നു, കളറാക്കി തന്നു ലാസ്റ്റ്. ഇത് ഞാൻ പറ്റുകയാണെങ്കിൽ ഷോർട്സിൽ വല്ല ഇട്ട് നോക്കാം. കോപ്പറേറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നോക്കുമ്പം പാട്ട് വരുമ്പോൾ ലിറിക്സ് വരുമ്പം അത് കോപ്പറേറ്റ് ഓട്ടോമാറ്റിക്കലി വരികയാണ്. എന്തായാലും സംഭവം കലക്കി, എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും പറഞ്ഞു കുറേ നാളായി ഒന്ന് എൻജോയ് ചെയ്തിട്ടെന്ന്. അപ്പോൾ എല്ലാവരും അവരുടെ മാക്സിമം ഇത് ഡാഡിയുടെ ഫാമിലി, ഡാഡിയുടെ ബ്രദേഴ്സ്, അളിയന് ഒക്കെ നിൽപ്പുണ്ട്. അവരവരുടേതായ രീതിയിൽ സന്തോഷിക്കുകയാണ്. എല്ലാവരും പതുക്കെയാണ് കേട്ടോ. ആദ്യം നമ്മുടെ ചേട്ടന്മാരാണ് ഇറങ്ങിയത്. പിന്നെ അവരുടെ ധൈര്യത്തിൽ പതുക്കെ ഇവർ കസിൻസൊക്കെ ഇറങ്ങി തുടങ്ങി. എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിക്കണം എന്നുണ്ട് കുറേ നാളായിട്ട് പിടിച്ച് വെച്ച്. പക്ഷെ എന്തോ എനിക്ക് അവിടെ വെച്ച് ഡാൻസ് കളിക്കാൻ എനിക്ക്, അതായത് മനസ്സ് തുറന്ന് എല്ലാവരും നിർബന്ധിച്ച് കൈയൊക്കെ നോക്കി വീശിയെങ്കിലും എനിക്ക് അങ്ങോട്ട് മനസ്സ് തുറന്ന് എനിക്ക് എൻജോയ് ചെയ്യാൻ ഈ ഒരു സെക്ഷൻ പറ്റിയില്ല. എന്തോ എൻ്റെ മനസ്സിൽ ഇനിയിപ്പോൾ ഞാൻ ഡാൻസ് കളിച്ചിട്ട് നാട്ടുകാരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ചിന്താഗതി എനിക്ക് ആ ഒരു സ്പോട്ടിൽ വന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ കുറേ ആലോചിച്ചു പിന്നീട് എന്തിനായിരിക്കും ഞാൻ എന്നെ തന്നെ പിടിച്ചു വെച്ചത് എന്ന്. കാരണം ഞങ്ങൾക്ക് ഇനി അടുത്തൊന്നും ഇങ്ങനെ നമ്മുടെ ഓൺ പരിപാടി ഇല്ലല്ലോ. ഇനിയിപ്പോൾ പിള്ളേരുടെ മാമുദിസമുണ്ട്, ആദ്യ കുർബാനയുള്ളൂ. അതിന് 5-6 അല്ലെങ്കിൽ ഒരു 7 വർഷം മാക്സിമം ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും വണ്ടി വരുമ്പോഴൊക്കെ ആലോചിച്ചു, എന്തിനാണ് നീ ഇപ്പോൾ അവിടെ ഡാൻസ് കളിക്കാതെ നിന്നുകൊണ്ട് നിനക്ക് കിട്ടിയത്? നിൻ്റെ ഒരു ടൈം നിനക്ക് പോയി, അതിനി ഒരിക്കലും നിനക്ക് റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ശരിക്കും എനിക്കൊരു മേജർ മിസ്സിങ് ആണ്. പക്ഷെ ആ ഒരു ടൈമിൽ എനിക്ക് എന്തോ വേണ്ട, അതിനി ഓവറാവണ്ട എന്ന് വിചാരിച്ച് ഞാനത് വിട്ടു. കോട്ടയത്തൊക്കെ ഞങ്ങൾ തിമിർത്തിട്ടുണ്ട്. എഡിസൻ്റെ എമ്മിചാണ്ടൊക്കെ കല്യാണത്തിന് തിമിർത്തതിന് കയ്യും കണക്കുമില്ല. അപ്പോൾ അതേ ഉമറുടെ കലാപരിപാടി ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. സൗണ്ട് ഇട്ട് തകർത്ത് വാരിയിട്ടുണ്ട് അവിടെ. എന്താ പറയുക, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കണ്ണാടിയിലൊക്കെ ലൈറ്റുണ്ട്, ചെണ്ട എല്ലാം വളരെ പെർഫെക്റ്റായിട്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതൊക്കെ ശരിക്കും ഉള്ളത് ഇടണമെന്നുണ്ടെങ്കിലും കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഫുൾ വീഡിയോനെ സ്പോയിൽ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിവേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആവശ്യമാണല്ലോ വീഡിയോ നിങ്ങളെ കാണിക്കുക എന്നുള്ളത്. എൻ്റെ വോയിസ് ഓവർ ഇഷ്ടമാണെങ്കിൽ കേൾക്കുക, അല്ലെങ്കിൽ മ്യൂട്ടായിട്ട് കേൾക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ തക്കുടു വളരെ ഭംഗിയിൽ ഫോണൊക്കെ ചെരിച്ചും മറിച്ചും ഒക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അല്ല വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പം അവനൊന്നും തന്നെ മിസ് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം വളരെ ഭംഗിയിൽ എനിക്കത് എടുത്തു തന്നിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് കേട്ടോ. അത് എത്ര പറഞ്ഞാലും മതി വരില്ല. അതെന്തായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ എത്രത്തോളം ഉണ്ടായിരുന്നു ആ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. മേ ബി അത് എനിക്കും ഡോൺ ചേട്ടനും മാത്രമേ മനസ്സിലാവും. നമ്മൾ വീട്ടുകാർക്കൊക്കെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്കില്ലെന്നല്ല, അവർക്കും ഉണ്ട്. പക്ഷേ
ഉള്ളിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടൊരു വ്യക്തിയായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. അതിന് ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല, സാഹചര്യങ്ങളാണ്. പക്ഷെ പിന്നെയും വൈകിയപ്പം അതെന്തോ ഒരു സങ്കടങ്ങളായി മാറി തുടങ്ങിയിരുന്നു ഞങ്ങൾക്ക്. പേഴ്സണലി ഞങ്ങൾ ഒരുപാട് ഹേർട്ടഡ് ആയിരുന്നു. അതൊന്നും പറയാം ഇല്ലെന്ന് പറയത്തില്ല, നല്ല വിഷമം ഉണ്ടായിരുന്നു. പുറത്ത് ഞങ്ങൾ ഒരിക്കലും കാണിച്ചിട്ടില്ല. ഈവൻ വീട്ടുകാർ പറയുമ്പോൾ പോലും ഞങ്ങളത് പുറത്ത് കാണിച്ചിട്ടില്ല. ചിലർ പറയും നിങ്ങൾക്കത് ആവശ്യമില്ല എന്നിട്ടാണെന്ന്. ഒരിക്കലും അല്ല. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പോയി കേൾക്കുന്ന കുത്തുപാടുകൾ അതത്ര സുഖമുള്ള കാര്യമല്ല. അപ്പം കേട്ടിട്ട് പോരാം എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾ കേൾക്കുക. എനിവേ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കുടുംബ കാർഡിൽ പേര് കയറ്റുക എന്നുള്ളതൊരു വലിയൊരു ഡ്രീമായിരുന്നു. അത് നടന്നു. ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റേഷൻ കാർഡിലൊക്കെ പേര് ചേർക്കാം. അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ DJ ഓൾമോസ്റ്റ് അവസാനിക്കാറായി. അപ്പോൾ അവനവൻ്റെ കലാവിരുദ്ധകൾ ഫുൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 10:15 വരെ എങ്ങാണ്ടായിരുന്നു ഹോളം ഉണ്ടായിരുന്നത്. 5 to 10 ആയിരുന്നു. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതിൻ്റെ ഒരു ഡിലേ വന്നു. അല്ലാതെ നമ്മളെല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. DJ ഒരു മെയിൻ അട്രാക്ഷൻ, സെൻറ്റർ ഓഫ് അട്രാക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്തു. അതിലേറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഡോൺ ചേട്ടൻ തന്നെയാണ്. നിങ്ങൾക്ക് ഇത്രയും നാൾ വെച്ച് നോക്കുന്ന ഡോൺ ചേട്ടനെ ആയിരിക്കില്ല നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലും ഡോൺ ചേട്ടൻ്റെ മുഖത്തും ഒക്കെ കാണുന്നത്. എല്ലാവരും പറഞ്ഞു ഡോണാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. അതിപ്പോൾ കല്യാണ വീഡിയോ വന്നപ്പോഴും മാമുദീസയുടെ വീഡിയോ വന്നപ്പോഴും എല്ലാവരും പറഞ്ഞു ആരെക്കാളും കൂടുതൽ സന്തോഷം കാണുന്നത് ഡോണിൻ്റെ മുഖത്താണ്. അത് സത്യമായ കാര്യമാണ്. എന്നെക്കാളും മേ ബി കൂടുതൽ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ഡോൺ ചേട്ടനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി എല്ലാവരും ഉണ്ടെങ്കിലും ഞങ്ങൾ ഒരുപാട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ പേഴ്സണലായിട്ട് ഇരിക്കുമ്പോൾ സംസാരിക്കാറുണ്ട്. എന്തായിരിക്കും നമുക്ക് ഇങ്ങനെ എന്നൊക്കെ ഞങ്ങൾ ചോദിച്ച സമയങ്ങളുണ്ട്. അത് മേ ബി ആർക്കും അത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വിഷമങ്ങളെന്നും നമ്മുടെ വിഷമങ്ങൾ മാത്രം. അത് പുറത്ത് ഒരാളോട് പറയുമ്പോൾ അത് എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് ശരിയാവും, ആ പോട്ടെ സാരില്ല, എന്തായാലും ജീവിക്കണം, എന്തത് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മരിക്കാനൊന്നും പറ്റില്ലല്ലോ. വെയിറ്റിംഗ് ആണ്. പറഞ്ഞ പോലെ കാത്തിരുന്നതിൻ്റെ ഒരു മധുരം അത് വേറൊന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പരിപാടിക്ക് വന്ന് എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ സമയവും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്നറിയാം. അതിൻ്റെ ഒരു പങ്ക് ഞങ്ങൾക്ക് തന്നതിനും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഫുൾ ഇരുന്ന് കാണാനുള്ള സംയമനം കാണിച്ച നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദി. കുറേ പേര് പറഞ്ഞിരുന്നു വീഡിയോസ് ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ആദ്യം ലൈവ് പോകണമെന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ലൈവ് പോകുന്നത് അത്ര പോസിബിൾ അല്ല. അത് റിസ്ക് എടുക്കണ്ട എന്ന് ഞാൻ വിചാരിച്ചു. വളരെ ഭംഗിയിൽ പോയിട്ട് അവസാനം അത് വേണ്ട എന്ന് വിചാരിച്ചാലും ബുദ്ധിമുട്ടാണല്ലോ. ഡിംപിൾ എനിക്ക് തോന്നുന്നു ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല, ജസ്റ്റ് നോട്ടിഫിക്കേഷൻ കണ്ടതാണ്. അപ്പോൾ അത് എല്ലാവരും തകർത്ത് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ എന്താ പറയുക നല്ലൊരു മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്ത് വെക്കുക, അത് പിന്നീട് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കയ്യിൽ പണ്ട് ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറയും എൻ്റെ മുടിയുള്ള ഫോട്ടോ ഞാൻ എടുത്തു വെച്ചേനെ. ഇപ്പോൾ ചിലപ്പോൾ ആരോടും പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. കാരണം എന്നെ ഒരു 10ാം ക്ലാസ് തൊട്ട് പകുതി മുടിയോടെയാണ് കാണുന്നത്. കാരണം ഞാൻ 8ലോ 9ലോ പഠിക്കുമ്പോഴാണ് മുടി ഭ്രാന്ത് കയറിട്ടുകൊണ്ട് വെട്ടണത്. അപ്പോൾ ആരും പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. ഡിവൈനോ ഇത്രയും മുടിയോ? അതുകൊണ്ടാണ് ഞാൻ പിന്നെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. ഇതിപ്പോൾ ആർക്കും വേണം, ഇപ്പം നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അപ്പോൾ അപ്പനും മോനും തകൃതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ട്. ചാക്കോച്ചൻ പോയിട്ട് കേട്ടോ. അമ്മയും ചാക്കോച്ചനും മോളി ആൻറ്റിയും ടോം ചാച്ചനും കൂടെ അവർക്കടുത്ത റൂമിൽ പോയി ഇരിക്കുകയാണ്. ചാക്കോച്ചന് ഉറക്കം വന്ന് ഇറിറ്റേഷനായി തുടങ്ങി. പിന്നെ സൗണ്ടും കാര്യങ്ങളും. ഇല്ലമ്മ ഉള്ള ദിവസങ്ങളിലൊക്കെ നല്ലപോലെ ഉറങ്ങും കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് ഉറങ്ങാനറിയാം, അപ്പോൾ എൻ്റെ അടുത്ത് വിഷം കിട്ട് ഇറക്കുന്നതാണല്ലേ. അപ്പോൾ ഡിംപിൾ ഞാനും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിംപിൾ പറഞ്ഞു എന്നോട് ഡാൻസ് കളിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിംപിൾ ഡാൻസ് കളിക്കുന്നില്ല, പിന്നെ ഞാനിങ്ങനെ ഡാൻസ് കളിക്കും. അപ്പോൾ ഡിംപിൾ പറഞ്ഞു ഡിവൈൻ ഡാൻസ് കളിച്ചാൽ ഞാനും ഡാൻസ് കളിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്തേലും ആട്ടം എന്നൊക്കെ പറഞ്ഞ് നിന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് സങ്കടപ്പെടുത്താൻ പാടില്ലോ. ഇടയ്ക്ക് ഡോൺ ചേട്ടൻ വിളിച്ചെങ്കിലും എനിക്ക് ഞാൻ പറഞ്ഞില്ല, എന്നെ എന്തോ ആരോ പിടിച്ച് പുറകിൽ നിന്ന് വലിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഡിവൈനെ വേണ്ട, വെറുതെ പൊട്ടപ്പേരുണ്ടാക്കണ്ട എന്ന് പറഞ്ഞൊരു ഉൾവിളി എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. പക്ഷെ ആ വേണ്ടാത്തതിനായിരുന്നു ആ ഉൾവിളിന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. എനിവേ കുഴപ്പമില്ല, നമ്മുടെ കാര്യം ഭംഗിയിൽ നടന്നാൽ മതിയല്ലോ. ഡാൻസ് ഇപ്പോൾ നമുക്ക് റൂമിലായാലും കളിക്കാമെന്നേ, കുഴപ്പമില്ല. അപ്പോൾ ഇത് തക്കടു സ്വന്തമായിട്ട് എടുത്തോണ്ട് ഡാഡി ശരിക്കും എൻജോയ് ചെയ്തോട്ടെ ഡാൻസ് കളിച്ച്. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കാര്യം ഇത്രയും സ്പീഡാക്കി തന്നത് ഡാഡിയാണ് കേട്ടോ. ഡാഡി പട്ടേന്ന് പള്ളിയിൽ ചെന്ന് പറഞ്ഞ് സെറ്റാക്കി തന്നത്
ഡാഡിയാണ് കേട്ടോ. ഡാഡിക്ക് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് മമ്മിയും ഡിംപിളും ആൻസനും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് അവരോടൊന്നും നന്ദി പറഞ്ഞാൽ ചിലപ്പം വാക്കുകൾ കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിരുന്നെന്നോ ഒന്നും അവരെ നമുക്ക് അറിയിക്കാൻ പറ്റില്ല അല്ലേ. നമ്മുടെ ആ സ്നേഹം കാണിക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ദേ ഞാൻ DJ കുറച്ച് സ്പീഡിൽ ഇടുകയാണ്, കാരണം വല്ലാണ്ട് ലാഗ് ആയാലും നിങ്ങൾക്ക് ബോറടിക്കും. എനിക്കും വോയിസ് ഓവർ കൊടുത്ത് ഞാനും എടുക്കും. പറഞ്ഞ പോലെ 2-3 ദിവസത്തെ സ്ട്രെയിൻ കാരണം സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. എനിവേ നിങ്ങൾക്ക് ഇന്ന് ഞാൻ സ്റ്റേജിൽ യൂസ് ചെയ്തത് ഡെക്കറ്, കേക്ക്, പിള്ളേരുടെ ഡ്രസ്സ്, എൻ്റെ മേക്കപ്പ് ഒക്കെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റെഫാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണും ആളുടെ അവതരണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റെഫാനെ കോണ്ടാക്റ്റ് ചെയ്യുക. നല്ലൊരു മൊമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത ആൾ വളരെ മെമ്മറി പവറോട് കൂടി അതെല്ലാം ഹാൻഡിൽ ചെയ്ത് ഡാൻസ് കളിച്ച് ലാസ്റ്റ് ഞങ്ങളുടെ കൂടെയാണ് ഹാളിൽ നിന്ന് പോലും ആൾ വന്നത് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങളോട് ചോദിച്ചു വീട്ടിൽ കൊണ്ടാക്കണോ, നമുക്ക് ഫുഡ് ഒബ്വിയസ്ലി ബാക്കി വരുമല്ലോ, അതൊക്കെ കൊണ്ടുതരണം എന്നൊക്കെ ചോദിച്ചു. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു വീട്ടിലെ ഒരാളെ എന്ന പോലെ, വീട്ടിലെ ഒരാൾ തന്നെയാണ് എന്നാലും കുറച്ചധികം ക്ലോസ് ആയിട്ട് നമ്മൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പിരിഞ്ഞത്. എന്താ പറയുക, വളരെ നല്ലൊരു ദിവസമായിരുന്നു അത്. DJക്ക് വന്ന് എല്ലാവരും അടിപൊളിയായിട്ട് നമ്മൾ തിമിത്തിയേട്ടനാണ് കേട്ടത്. ഫ്രം ദി ബിഗിനിങ് ടു എൻഡ് വരെ തകർത്തു. ആൾ വന്നപ്പോൾ തൊട്ട് ചോദിക്കുന്നുണ്ട് DJ എന്താ തുടങ്ങാത്തതെന്ന്. ഞാൻ പറഞ്ഞു തിമിത്തിയേട്ടൻ ലാസ്റ്റേ ഉള്ളൂ. ഓഹോ, അപ്പോൾ അത് ആൻസൻ്റെ പാമ്പ് ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് വെള്ളം എന്നല്ലേനും ഉദ്ദേശിച്ച്. ആൾക്ക് DJ ഒക്കെ വന്നാൽ ഭയങ്കര സ്പിരിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം അടിച്ചിട്ട് ഡാൻസ് കളിക്കാമെന്ന്. അങ്ങനെയല്ല, ആൻസിന് ഡാൻസ് ഒരു വീക്ക്നെസ്സാണ്. അത് നിങ്ങൾ പണ്ട് തൊട്ടേ ഇവർ കല്യാണ സമയം തൊട്ടുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ ജെറിയാണ് കേട്ടോ. ജെറിയും തോമസങ്ങളും അസൽ ഡാൻസേഴ്സാണ്. എല്ലാവരും ആഘോഷിച്ചു എന്ന് പറയാം, കാരണം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. കുറച്ച് പേര് വീട്ടിലൊക്കെ ചെന്നിട്ട് നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എല്ലാം അടിപൊളിയായിരുന്നു, ഫുഡും എല്ലാം നന്നായിട്ടുണ്ട്. ഈവൻ എൻ്റെ മേക്കപ്പ്, സാരി, ഓർണമെൻറ്റ്സ് ഒക്കെ നന്നായി എന്ന് പറഞ്ഞ റിലേറ്റീവ്സ് അടക്കം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ ഈ ഒരു ദിവസം വളരെ നല്ലതാക്കി തന്നതിനും. നിങ്ങളുടെ പ്രസൻസിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇത് ഇത്ര കളർഫുള്ളാക്കാൻ പറ്റില്ല. നമുക്ക് 4 പേരുണ്ടെങ്കിൽ അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ഇന്ന് ഇത്രയും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഡേ ആയിട്ടും ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് നന്ദി. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ വലിയൊരു സെലിബ്രേഷൻ ജേണി ഇന്നും കൊണ്ട് അവസാനിക്കുകയാണ്. അതായത് കല്യാണം, മാമോദീസ, അതിൻ്റെ ഭാഗമായിട്ടുള്ള സെലിബ്രേഷൻസ്, ബർത്ത്ഡേ ഒക്കെ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നവർ, ചാക്കോച്ചൻ്റെ സ്മാഷ് കേക്ക് പരിപാടിക്ക് സപ്പോർട്ട് ചെയ്ത സെലിബ്രേഷൻകാർക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എല്ലാം ഞാൻ പറയുമ്പോൾ എനിക്ക് സമയത്ത് ചെയ്തു തരുന്നതിനും അതിനുവേണ്ടി എനിക്ക് ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടതും വരാറില്ല കേട്ടോ. അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൂടി മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ആവശ്യങ്ങൾ ഇവരുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. നല്ലൊരു സർവീസ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. കുറേ പേര് എന്നോട് പേഴ്സണലി പറഞ്ഞു, ഇപ്പോൾ തയ്ക്കാൻ പോയെടുത്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണ്, ഫെയർ ആണല്ലോ, ഭയങ്കര നമുക്ക് കയ്യിൽ ഒതുങ്ങാവുന്ന ഫെയർ ആണെന്നൊക്കെ പറഞ്ഞപ്പം ഭയങ്കര സന്തോഷം. കാരണം നമ്മൾ കാരണം ഒരു പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ പോയി അവരുമായിട്ട് ഒരു മിങ്കിളാവുക അല്ലെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആവുക എന്നൊക്കെ പറയുന്നത് സന്തോഷമായ കാര്യമല്ലേ. അപ്പോൾ എനിക്കും അത് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അപ്പം ഇതാണ് നമ്മുടെ ബിഗ് ഡേ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഒരുപാട് സന്തോഷിച്ചൊരു ദിവസമാണ് കേട്ടോ ലൈഫിൽ. ആഫ്റ്റർ ലോങ് 4 years എന്ന് പറയാൻ വെയിറ്റ് ചെയ്ത ഡേ എന്നാണ്. നമ്മൾ 2 വർഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു ഫംഗ്ഷനായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. നടക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മൾ വീട്ടിൽ നടത്തിയെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഡോൺചേട്ടൻ ഹോളൊക്കെ എടുത്ത് നടത്തിയത്. വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഈ ബന്ധങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് വളരെ സന്തോഷത്തോടെ പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കസിൻസിനൊക്കെ സ്പെഷ്യൽ താങ്ക്സ്. ഓരോരുത്തരും കുമ്പളിയിൽ നിന്നും കോട്ടയത്തു നിന്നും റാന്നിയിൽ നിന്നും ഒക്കെ വന്നാണ്. ഞാൻ പറഞ്ഞ അവർക്ക് വന്നപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ അവൾ വെറുതെ അല്ല എപ്പോഴും വരാത്തത്, വന്ന് പോവാൻ പിള്ളേരെ വെച്ചൊക്കെ നമുക്ക് പറയാൻ ഈസിയാണ്. ഡിവൈൻ എന്താ വീട്ടിൽ പോകാത്തതെന്നൊക്കെ. നമുക്ക് ട്രാവൽ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. വീട്ടിൽ പോകണം എന്ന് വെച്ചാൽ വീട്ടുകാരെ ഉപേക്ഷിക്കണമെന്നല്ല ഞാൻ പറയുന്നുണ്ട്. ഞാനിപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു നല്ലൊരു ഈവനിങ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും വീഡിയോസും ഫോട്ടോസൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയെന്നറിയാം. കമ്മിങ് ഡേയ്സിലെ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നാകെ ടയേർഡാണ്. കുളിച്ച് ഞാൻ വേഗം പോയി കിടന്ന് ഉറങ്ങട്ടെ കേട്ടോ.
ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോസ് കണ്ടു തുടങ്ങി കാണും, എന്നാലും എൻ്റെ ഈ വീഡിയോ കൂടെ കണ്ടോട്ടോ. താങ്ക് യു സോ മച്ച്.